ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്. ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ആ പൂജ ബലത്താ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. സ്വരത്താ നയിച്ചതിനാ. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ അലക്സ് ഇ ജോൺ അവറുകളാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ വളരെ സ്വാധീനിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ ഇടയായിത്തീരും. ആകയാൽ നമുക്ക് ഏവർക്കും ശ്രദ്ധയോട്, സ്കിപ്പ് ചെയ്യാതെ, പ്രാർത്ഥനയോട് അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ അലക്സ് ഇ ജോൺ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ സന്ദർഭത്തിൽ കടന്നു വരുവാനും അരോമ ടി വിയിൽ കടന്നു വരുവാനും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് എനിക്ക് തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം അരോമ ടി വിയിലും ഒരു പ്രാവശ്യം കടന്നു വരുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നതിനായി സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഡാനിയൽ ജോണിനെ ഓർത്ത് ഞാൻ പ്രത്യേകം നമിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ ദാസനോടൊപ്പം ഈ അരോമ ടി വിയിൽ കടന്നു വരുവാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു. എൻ്റെ പേര് അലക്സ് ഇ ജോൺ. ഞാൻ രാജസ്ഥാനിൽ ജാലാവാഡ് എന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയോടനുബന്ധിച്ച് ഫിലദൽഫിയ ഫെലോഷിപ്പിനോടൊപ്പം കഴിഞ്ഞ 2.5 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. കർത്താവ് ഇത്രത്തോളം കരുതിയ, കർത്താവ് ഇത്രത്തോളം ബലപ്പെടുത്തിയ കർത്താവിന് ഞാൻ കോട്ടി നന്ദി കരയറ്റുന്നു. ഹല്ലേലൂയ. ഇതുവരെ കരുതിയ കർത്താവ് ഇന്നും കരുതുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിത സാക്ഷ്യമെന്ന് പറഞ്ഞാൽ, ഞാനൊരു ക്രിസ്തീയ കുടുംബത്ത് ജനിച്ച്, ഒരു പാസ്റ്ററിൻ്റെ കുടുംബത്തിൽ ജനിച്ച്, ഒരു നല്ല മാതാപിതാക്കളോടൊപ്പം കർത്താവിൻ്റെ വേലയോടുള്ള സംബന്ധത്തിൽ അവരോടൊപ്പം ജനിക്കുവാനും കർത്താവ് എനിക്ക് ഭാഗ്യം തന്ന നല്ല കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ശ്രമിക്കുന്നവർ എന്നോടൊന്ന് ക്ഷമിക്കണം. കാരണം ഞാൻ വർഷങ്ങളോളമായിട്ട് രാജസ്ഥാൻ്റെ നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്താണ്. അതുകൊണ്ട് മലയാളം അല്പം ചെറിയ പ്രോബ്ലമൊക്കെ ഉണ്ട്. എങ്കിലും ദൈവ തന്നിരിക്കുന്ന ഭാഷ ദൈവത്തിന് വേണ്ടി മാത്രം ചെലവഴിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. എൻ്റെ ടെസ്റ്റ് മണി, ദൈവം തന്നിരിക്കുന്ന ഒരു ടെസ്റ്റ് മണിയാണ്. ആ ടെസ്റ്റ് മണി ഞാൻ ഈ കർത്തൃ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഞാനൊരു പാസ്റ്ററിൻ്റെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് നല്ല രീതിയിൽ കഴിഞ്ഞു പോവുക. ഞങ്ങൾ നാട്ടിലായിരുന്നു, കേരളത്തിൽ. ഞാൻ ജനിച്ചത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ പത്തനാപുരം താലൂക്കിൽ, പത്തനാപുരത്താണ് ഞാൻ ജനിച്ചത്. അതിനുശേഷം എൻ്റെ പിതാവ് മിനിസ്ട്രിയോടുള്ള സംബന്ധത്തിൽ പല സ്ഥലങ്ങളിലായിരുന്നു. ആദ്യമേ ചെങ്ങളം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, അതിനുശേഷം കുമരകം എന്ന സ്ഥലത്ത്, അതിനുശേഷം കുമളി, അതിനുശേഷം കുമളിയിൽ നിന്ന് നേരിട്ട് പാത്താമുട്ടം, കോട്ടയം പാത്താമുട്ടം, അതിനുശേഷം അവിടുന്ന് നേരിട്ട് രാജസ്ഥാനിലേക്കുള്ള ടൂറായിരുന്നു. അങ്ങനെ ഫാദർ കടന്നു പോകുന്നതോടൊപ്പം ഞങ്ങളും കൂടെ, ഞാനും മമ്മിയും
എനിക്ക് ചെറിയൊരു സഹോദരി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ കടന്നു പോകാൻ സഹായിച്ചു. അപ്പം ബാല്യകാലത്ത് തന്നെ ഞാൻ എനിക്ക് ഓർമ്മ വെച്ച അന്ന് മുതൽ ഞാൻ കണ്ടുവന്ന ഒരു കാര്യം ഇത്രമേ ഉള്ളൂ. ഞാൻ പല പട്ടിണികൾ സഹിച്ചു അങ്ങനെ ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അപ്പം എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ ഞാനൊരു 1.5 വയസ്സ്, ഏകദേശം ഒരു 1.5 വയസ്സ്, ഒന്നര വയസ്സായ സമയത്ത് ഞങ്ങൾ കുമരകത്തായിരുന്ന, പപ്പ അവിടെ മിനിസ്ട്രിയോടെ സമ്മത്തായിരുന്നു. അവിടെ വിശ്വാസികൾ അധികം കുറവാണ്. എങ്കിലും അവിടെ പപ്പ അവിടെ മിനിസ്ട്രിയിലായിരുന്നു. ഞാനും പപ്പയും എൻ്റെ മമ്മിയും ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ ഇളയ സഹോദരി ഇല്ല, എൻ്റെ കൂടെയില്ല, ഞങ്ങളുടെ കൂടെയില്ല. പിന്നെ ആ ഒരു സമയത്ത് ഞങ്ങൾ പല പട്ടിണിയെ കൂടെ കടന്നു പോയ ഒരു കുടുംബമാണ്. ഞങ്ങൾ മിനിസ്ട്രിയോടുള്ള സമ്മതത്ത് പല സമയത്ത് പപ്പ പറയാറുണ്ട്, ചില സമയത്ത് ഞങ്ങളുടെ കയ്യിൽ തുണി പോലും ഉടുക്കാനില്ല. മമ്മിയുടെ ഒരു സാരി കാണും, ആ സാരി ഞങ്ങൾ പകുതിയാക്കും, പപ്പ അത് മുണ്ടായിട്ട് ഉടുക്കും, ബാക്കി മമ്മി സാരിയായിട്ട് ഉടുക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ കടന്നു വന്നതാണ്. എനിക്ക് തുണിയൊന്നുമില്ലാതെ തന്നെ എന്നെ കുറേ വർഷങ്ങളോളം, കുറേ നാൾ എന്നെ അങ്ങനെ കൊണ്ടുപോയി. അതിനുശേഷം കുമരകം എന്ന സ്ഥലത്ത് പപ്പ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ദൈവവേല ചെയ്തുകൊണ്ടിരുന്ന സമയം, അപ്പം ഒരു ചെറിയ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ, പപ്പ മിനിസ്ട്രിക്ക് പോയി, ഞാനും മമ്മിയും മാത്രം വീട്ടിൽ ശേഷിപ്പ്. അപ്പോൾ മമ്മിയും പപ്പയും 27 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രാർത്ഥനയില്ല. ആ പ്രാർത്ഥനയുടെ സമയത്ത് വീട്ടിൽ ആഹാരത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ആ സമയം ഞാൻ എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ചെറിയ പ്രായമുള്ള സഹോദരങ്ങളാണ്. അവരുമായിട്ട് ഇങ്ങനെ ചിരിച്ചിങ്ങനെ നടക്കുമ്പം പപ്പ മിനിസ്ട്രിക്ക് എവിടെയോ പോയി. ആ പോയി വരുന്ന വഴിക്ക് ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ മുറ്റം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു തോടാ. ആ തോടിൻ്റെ ഭാഗത്താണ് ഞങ്ങൾ കളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ ആ തോട്ടിൽ മറിഞ്ഞു വീണ്, കളിച്ച വഴിക്ക് കാലങ്ങ് തെറ്റി ആ തോട്ടിലോട്ട് വീണ്. അപ്പോൾ മമ്മി വീടിനുള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ തോട്ടിക്കൂടെ ഒലിച്ച് എവിടെയും കൊണ്ടൊക്കെ പോവുക, അറിയത്തില്ല. അപ്പോൾ ഈ സമയം പപ്പ വേറെ മിനിസ്ട്രി കഴിഞ്ഞ് നടന്നു വരിക, ബൈബിളുമായിട്ട് നടന്നു വരുന്ന സമയത്ത് ഒരു ചെറിയൊരു കലുങ്ങിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കും പപ്പ ഇങ്ങനെ തോട്ടിലോട്ട് ഇങ്ങനെ നോക്കി നിന്നപ്പോഴത്തേക്ക് എന്തോ ഒരു സാധനം ഒലിച്ചു വരുന്നു, എന്തോ ഒഴുകി വരുന്നു. ആ ഒഴുകി വരുന്ന ദൂരെ നോക്കിയപ്പോഴത്തേക്കും പപ്പ വിചാരിച്ചു എന്തെങ്കിലും ചെറിയ പട്ടിക്കുട്ടി വല്ലവായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പൂച്ചക്കുട്ടി വല്ലവായിരിക്കും എന്നും പപ്പ ഇങ്ങനെ അല്പം നോക്കി നിന്നപ്പോഴത്തേക്ക് പോട്ടെന്ന് പറഞ്ഞു. പിന്നെ ആ സ്റ്റെപ്പ് കയറി കലുങ്ങിൻ്റെ മേളിലോട്ട് കയറിയിട്ട് സ്വല്പം മുന്നോട്ട് ചെന്നപ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് ഇത് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു. ഈ പട്ടിക്കുട്ടി എന്ന് പറയുന്നത് പൊങ്ങുകയും താഴും. അങ്ങനെ പപ്പ കലുങ്ങുന്നത് പിന്നെ നോക്കിയപ്പോഴത്തേക്കും പപ്പ വിചാരിച്ചു ഇത് ഒരു മനുഷ്യ ജീവിയാണ്, ഇത് പട്ടിക്കുട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പൂച്ചയൊന്നുമല്ല. പപ്പ നോക്കിയപ്പോൾ എന്തുവാ ഒന്നും അറിയത്തില്ല. ആരാലും ഒരു മനുഷ്യ ജീവിയല്ലേ. പപ്പ ബൈബിൾ അവിടെ സൈഡിൽ വെച്ചിട്ട് നേരെ ആ തോട്ടിലോട്ട് ചാടിയിട്ട് നീന്തേണ്ട ആവശ്യമില്ല, മുട്ടുവരെങ്ങാണ്ടേ ഉള്ളൂ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ വെള്ളം എനിക്ക് നല്ല ഒരു കൂടുതലായിട്ട് വെള്ളം തോന്നി. പപ്പ ആ തോട്ടിനകത്തോട്ട് ചാടിയിട്ട് ഓടി വന്ന് ആ കുഞ്ഞിനെ എടുത്ത് പൊക്കിയപ്പോഴത്തേക്കും നോക്കിയപ്പോൾ വേറെ ആരുമല്ല, സ്വന്തം മകനാ. അപ്പം അവിടെ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചതാണ്. കർത്താവ് അവിടെ നിന്ന് അപ്പം പലരും പല സമയം ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എൻ്റെ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവന് മോശയെന്ന് പേരിടണ്ട, കാരണം ഇവനെ ഒരു തോട്ടിൽ നിന്ന് വലിച്ചെടുത്തതാ, അതുകൊണ്ട് ഇവനെ ഒരു മോശയെന്നായിരുന്നു പേരിടുന്നത്. പക്ഷെ അതിന് മുമ്പേ എൻ്റെ പേര് അലക്സ് എന്ന് പപ്പ ഇട്ട് കഴിഞ്ഞിരുന്നു. അതിനുശേഷം എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയി പപ്പ എടുത്തോണ്ട് പോയി. അവിടെ പഴയ കാലത്തെ ഈ ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ മണലൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് കമ്മത്തി വെക്കുക, എന്നിട്ട് പ്രസ് ചെയ്യുക. അപ്പം വെള്ളം കുറേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ വെള്ളമൊക്കെ ഞാൻ ഒത്തിരി വെള്ളം കുടിച്ചു. പപ്പ പറയുന്ന ഇപ്രകാരം, പപ്പ ഒരു 2 കവിളും കൂടെ വെള്ളം കുടിച്ചായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോകുമായിരുന്നു. പക്ഷെ ആ ഒരു സ്ഥലത്ത് കർത്താവ് എന്നെ വിടുവിച്ച് അവിടുന്ന് എന്നെ രക്ഷിച്ച് അതിനുശേഷം ഞങ്ങൾ മിനിസ്ട്രി മുന്നോട്ട് ആരംഭിച്ച് അതിനുശേഷം പപ്പ കുമിളിയിലോട്ട് ട്രാൻസ്ഫർ ആക്കി. അങ്ങോട്ട് കുമിളിയിൽ അവിടെ ദൈവവേല ആരംഭിച്ച് അതിനുശേഷം അവിടെ ഏകദേശം ഒരു 3 വർഷത്തോളം കുമിളി 2-ാം മൈലിൻ്റെ പ്രദേശത്ത് അവിടെ പപ്പ വർക്കൗട്ട് ചെയ്ത്. ആ സമയം എനിക്കൊരു 4 വയസ്സായി, 4-4.5 വയസ്സായി.
4.5 വയസ്സായപ്പോഴത്തേക്ക് എന്നെ ആദ്യമേ സ്കൂളിൽ ചേർക്കാനായിട്ട്, അന്ന് ആശാൻ കളരി ഈ മണലിൽ എഴുതുന്നത്, ഓലയിൽ എഴുതുന്നത് അന്നത്തെ ആ കാലത്തെ ആ ഒരു സന്ദർഭമായിരുന്നു. എന്നെ അവിടെ ഒരു ഗവൺമെൻറ് സ്കൂളിലോട്ട് ചേർത്ത് ആദ്യമേ ആശാൻ്റെ കയ്യിലോട്ട് കൊടുത്ത് ആശാൻ എന്നെ ഈ എല്ലാ മണലിനകത്ത് എഴുതിച്ച് ഞാൻ ആദ്യമേ പഠിത്തം തുടങ്ങിയത് കുമളിയിൽ നിന്ന്. അവിടെ മുതൽ ഞാൻ എൻ്റെ പഠനമെല്ലാം തുടങ്ങി മുന്നോട്ട് ഓരോരോ വർഷമായിട്ട് ഞങ്ങൾ അധികം നാളധികം എങ്ങും താമസിച്ചിട്ടില്ല. കൂടിപ്പോയ 6 മാസം അല്ലെന്നുണ്ടെങ്കിൽ 1 വർഷം. അത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പപ്പ അങ്ങ് പോവുക. വേറെ ഒരു പാസ്റ്ററിൻ്റെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോകുന്ന ഒരു സന്ദർഭമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പപ്പ അവിടുന്ന് കുമളിയിൽ നിന്ന് ഏകദേശം ഒരു 2 വർഷം ഞങ്ങൾ കുമളിയിലുണ്ടായിരുന്നു. അതിനുശേഷം കുമളിയിൽ നിന്ന് കോട്ടയം പാത്താമുട്ടത്തേക്ക്, പിന്നെ അവിടെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ ഒരു പുതിയ ചർച്ച് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത്, അതിനുശേഷം അവിടെ എന്നെ സ്കൂളിൽ ചേർത്ത് 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും ഉള്ള പഠനം ഞാൻ കോട്ടയത്ത് പാത്താമുട്ടം എന്ന സ്ഥലത്ത് ഞാൻ അവിടെ പഠിക്കുവാൻ ഇടയായി. അതിനുശേഷം ഒരു 2 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് പിന്നെ ഞങ്ങൾ പത്തനാപുരത്തേക്ക് ട്രാൻസ്ഫർ. പപ്പയ്ക്ക് ഇങ്ങനെ ഒരു ദൈവദാസൻ ഇവിടുന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു ദൈവദാസൻ പറഞ്ഞ് രാജസ്ഥാനിലേക്ക് ദൈവദാസന്മാരെ ആവശ്യമുണ്ട്. അപ്പോൾ പപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നോർത്ത് ഇന്ത്യയിൽ പോകണം, നോർത്ത് ഇന്ത്യയിൽ പോയി വേല ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പം ഞാനും എന്നെയും മമ്മിയും വീട്ടിൽ ആക്കിയിട്ട് പത്തനാപുരത്ത് ആക്കിയിട്ട് പപ്പ രാജസ്ഥാനിലേക്ക് ഇങ്ങനെ കടന്നുപോയി. ആ സമയം എന്നെ അവിടെ സ്കൂളിൽ ചേർത്ത്. ആ സ്കൂളിൽ ചേർത്ത സമയത്താണ് എൻ്റെ ഇളയ പെങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധിച്ചത്. അതിനുശേഷം ഞാൻ അവിടെ ഒരു ഏകദേശം 8 മാസം കഷ്ടിച്ച് 8 മാസം ഞാൻ അവിടെ പഠിച്ചു. 1 വർഷം കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ് ഞാൻ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ പപ്പ രാജസ്ഥാനിൻ്റെ ഉദയ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കടന്നു വന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് മാത്യു ഫിലദൽഫിയയുടെ ഫൗണ്ടറാണെന്ന് കർത്തൃ സന്നിധിയിൽ താൻ വിശ്രമിക്കുന്നു. കർത്താവിൻ്റെ ദാസനോടൊപ്പം രാജസ്ഥാൻ്റെ ഉദയ്പൂർ കടന്നു വരുവാനും അന്ന് മുതൽ ഏകദേശം 1980 രാജസ്ഥാനി പപ്പ കടന്നു വന്ന് ദൈവവേലയുള്ള സമ്മതത്തിൽ കർത്താവിൻ്റെ ദാസനോടൊപ്പം പാസ്റ്റർ തോമസ് മാത്യുവിനോടൊപ്പം ജോയിൻ ചെയ്തിട്ട് വർക്കൗട്ട് ആരംഭിച്ചു. അതിനുശേഷം 8 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെയും എൻ്റെ മമ്മിയെയും എൻ്റെ ചെറിയൊരു സഹോദരിയെയും ഞങ്ങളെ ഇങ്ങോട്ട് വിളിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അന്നത്തെ എൻ്റെ ഇളയ സഹോദരിക്ക് ഒരു 1.5 വയസ്സ് 2 വയസ്സ് ഏകദേശമൊക്കെ ആയി. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് രാജസ്ഥാനിലേക്ക് കടന്നു വന്നു, ഉദയ്പൂരിൻ്റെ പ്രദേശത്തേക്ക് വന്നു. ഉദയ്പൂരിൽ വന്ന് അന്ന് ഈ നവംബർ ഡിസംബർ സമയം ആയതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്. ഞങ്ങൾ അത്രയും തണുപ്പ് ഞങ്ങൾക്ക് അനുഭവിച്ചിട്ടില്ല. ആ ഒരു തണുപ്പിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ രാജസ്ഥാനിലേക്ക് കടന്നു വരുവാനും സാധിച്ചു. പപ്പ അവിടെ ഒരു 40 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥന, ഒരു പ്രിയപ്പെട്ട ഒരു ആൻറ്റി, ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി ഒരു 40 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ അങ്ങനെ ആഗ്രഹിച്ച് അവിടെ ഫാസ്റ്റിംഗ് പ്രെയർ നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്കാണ് ഞാനും മമ്മിയും എൻ്റെ ഇളയ സഹോദരി ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത്. രാജസ്ഥാനിൽ ഉദയ്പൂരിൽ കടന്നു വന്നതിന് ശേഷം അവിടെ ഞങ്ങൾ അവിടെ ഗോസ്പൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അന്ന് ഫിലദൽഫിയക്ക് വേറെ പ്രത്യേകിച്ച് ചർച്ചൊന്നുമില്ല. ഗോസ്പൽ സെൻറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രസ്സും ക്രോസ് ആൻഡ് ക്രൗൺ എന്ന് പറഞ്ഞ ഒരു പ്രസ്സുണ്ട്, ഒരു മാസികയുണ്ട്. ആ മാസിക അടിക്കുന്ന സ്വന്തം പ്രസ്സില്ല, പഴയ കാലത്തെ പ്രസ്സാണ്. ആ പ്രസ്സിലാണ് ചർച്ചും ചലിക്കുന്നത്, ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ താമസിക്കുന്നത്, ബാക്കി എല്ലാ പരിപാടിയും. പാസ്റ്റർ തോമസ് മാത്യങ്ങൾ താമസിക്കുന്ന വേറൊരു സ്ഥലത്ത്, പക്ഷേ ഈ ചർച്ചും സകല കാര്യങ്ങളും നടക്കുന്ന ആ സ്ഥലത്ത്. ഞങ്ങൾക്ക് അവിടെ ഒരു റൂം, പ്രസ്സിനോടടുപ്പം ചെറിയൊരു റൂമിനകത്ത് ഞങ്ങൾ അവിടെ താമസിച്ചു. പപ്പ ഫാസ്റ്റിംഗ് പ്രെയർ, പപ്പയും മമ്മിയും ഫാസ്റ്റിംഗ് പ്രെയറിലായ കാരണത്താൽ അങ്ങനെ ആയിരുന്ന സമയം ഫാസ്റ്റിംഗ് പ്രെയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി ഫാസ്റ്റിംഗ് പ്രെയർ, ഒരു കാത്തലിക് ഫാമിലിയിൽ നിന്ന് കടന്നു വന്ന ഒരു പ്രിയപ്പെട്ട ആൻറ്റിയുടെ അവർക്ക് ക്യാൻസർ രോഗിയായ ഡോക്ടർ സമയം പറഞ്ഞു. ഡോക്ടർ 32 ദിവസം പറഞ്ഞു. ആ 32 ദിവസം അതിനു മുമ്പേ ദൈവം അവർക്കൊരു വിടുതൽ കിട്ടണം. അങ്ങനെ പപ്പയുടെ കാര്യം ഇങ്ങനെ ആലോചിച്ച് പപ്പ ഫാസ്റ്റിംഗ് പ്രെയറൊക്കെ നടത്തും, നല്ല കൃപയുള്ള ദൈവദാസന. അങ്ങനെ തോമസ് മാത്യു അങ്കിള് പപ്പയുടെ അടുത്ത് പറഞ്ഞ്, കർത്താവിൻ്റെ ദാസനൊരു കാര്യം ചെയ്യണം, ഇനിയിപ്പോൾ ഏതായാലും ഈ മീറ്റിംഗ് സകലതും ഏറ്റെടുക്കണം. അങ്ങനെ പപ്പ ആ മീറ്റിംഗ് മൊത്തം ഏറ്റെടുത്തതിന് ശേഷം മീറ്റിംഗ് ആരംഭിച്ചു.
മീറ്റിംഗ് ആരംഭിച്ച് 1, 2, 3 ഇങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ ക്യാൻസർ ആയിരിക്കുന്ന ആൻറ്റി പതിയെ പതിയെ റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു, നല്ല റിക്കവർ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ റിക്കവർ ആയിക്കൊണ്ടിരുന്ന സമയത്തേക്കാണ് തണുപ്പായ കാരണത്താൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയൊക്കെ ആയി. എൻ്റെ ഇളയ സഹോദരിക്ക് നല്ല പനിയായി. അവൾക്ക് നല്ല പനി എന്ന് പറഞ്ഞാൽ പനി പിടിച്ചിട്ട് പപ്പ പക്ഷെ അധികം ഒന്നും അത് കെയർ ചെയ്തില്ല. പനിയല്ലേ, സാരമില്ല, അത് മാറിക്കോളും. ഇങ്ങനെ പ്രാർത്ഥനയില്ല. കാരണം പപ്പയുടെ ഫോക്കസിൽ, പപ്പയുടെ ഫ്രണ്ടിൽ ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് ആ രോഗിയെ സൗഖ്യപ്പെടുത്താൻ, കർത്താവ് ആ രോഗിയെ സൗഖ്യപ്പെടുത്തണം. ഈ 40 ദിവസത്തെ മീറ്റിങ്ങിനുള്ളിൽ കർത്താവ് ആ സഹോദരിയെ സൗഖ്യപ്പെടുത്തണം. അത്രമാത്രമേ ഉള്ളൂ പപ്പയുടെ മനസ്സിനകത്തൊരു ചിന്ത. അല്ലെന്നുണ്ടെങ്കിൽ കർത്താവിങ്കിലേക്കുള്ള ഒരു എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന അത്രമാത്രമേ ഉള്ളൂ. ആ പ്രാർത്ഥനയിൽ അതിൻ്റെ 26ാം പൊക്കം എൻ്റെ സഹോദരിക്ക് നല്ല പനി അങ്ങ് ബാധിച്ചു. പനി ബാധിച്ചെന്ന് മാത്രമല്ല, ന്യൂമോണിയ ആയി, അതങ്ങ് ഹെവിയായി, അത് ലങ്സ് പഴുത്ത് ലിവർ എല്ലാം ഡാമേജ് ആയിപ്പോയി. ഇപ്പം 27ാം പൊക്കം എൻ്റെ പ്രിയ സഹോദരി കർത്തൃസന്നിധിയിൽ നിദ്ര പ്രാപിക്കുവാൻ സാധിച്ചു. അങ്ങനെ അവിടെ വന്നിട്ട് പിന്നെ ആ തോമസ് മാത്യു അങ്കിളും മറ്റ് ഫാസ്റ്റിംഗ് പ്രെയർ ഇരുന്ന എല്ലാവരും പറഞ്ഞു, പാസ്റ്ററെ ഇനി അങ്ങോട്ട് കൊണ്ടുപോകണ്ട, ഇത്രയൊക്കെ ആയല്ലോ. പക്ഷെ എൻ്റെ പിതാവ് അതിന് സമ്മതിച്ചില്ല. ഞാൻ 40 ദിവസം എന്ന് പറഞ്ഞാൽ 40 ദിവസം തന്നെ ഇരിക്കും എന്ന് പറഞ്ഞ് പപ്പ അങ്ങോട്ട് ആ മീറ്റിംഗ് കംപ്ലീറ്റ് 40 ദിവസം വരെ കംപ്ലീറ്റ് ചെയ്ത്. ഞാൻ പറയട്ടെ, ആ 40 ദിവസം കഴിഞ്ഞതിന് ശേഷം 32 ദിവസം എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ആൻറ്റി സൗഖ്യത്തോടെ എഴുന്നേൽക്കുവാനും പൂർണ്ണ സൗഖ്യമായി. അതിനുശേഷം ആ 40 ദിവസമായപ്പോൾ 40ാം ദിവസം പോയി അവർ ഡയഗ്നോസ് ചെയ്തപ്പോഴത്തേക്കും അവർക്ക് ക്യാൻസറിൻ്റെ ഒരു രോഗമില്ല. അങ്ങനെ ദൈവം ആ പ്രിയ ആൻറ്റിയെ സൗഖ്യമാക്കുവാൻ സാധിച്ചു. അതോടൊപ്പം ആ മൊത്തം കുടുംബം, ആ കുടുംബത്തിൽ ആൻറ്റിയുടെ അങ്കിളെ പിന്നെ 2 മക്കളെ അവരെല്ലാവരും രക്ഷിക്കപ്പെടുവാൻ സഹായിച്ചു. ആ ഒരു ചെറിയ ഇൻസിഡൻറ്റ് നമ്മുടെ വീട്ടിലും ഉണ്ടായെങ്കിലും പക്ഷേ ആ ഒരു കുടുംബം, മറ്റുള്ളൊരു കുടുംബം ദൈവസന്നിധിയിലേക്ക് അടുക്കുവാനായിട്ട് സഹായിച്ചു. അതാണ് പപ്പയുടെ ഒരു വലിയൊരു തീരുമാനം. അതാണ് എൻ്റെ പപ്പ പറഞ്ഞത്, എൻ്റെ മെയിനായിട്ടുള്ള ഒരു ആഗ്രഹം ഇതാണ്. ആ ദൈവമക്കൾ നശിച്ചു പോകാനല്ല, അവർ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് ജീവിപ്പാൻ. അതിനുശേഷം ആ ആൻറ്റി 17 വർഷം പിന്നെയും ജീവിച്ചിരുന്നു. അതിനുശേഷമാണ് പുള്ളിക്കാരി മരിക്കുവാനിടയായത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എൻ്റെ ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങൾ കടന്നു വന്ന സമയങ്ങളുണ്ട്. അന്ന് ഞാൻ എനിക്ക് എൻ്റെ സഹോദരി കടന്നു പോയപ്പോഴത്തേക്കും 3 വയസ്സ്, എൻ്റെ സഹോദരിക്ക് 3 വയസ്സായപ്പോഴത്തേക്കും ഞങ്ങളെ വിട്ട് കടന്നു പോയി. എനിക്ക് ഒരു 9 വയസ്സ്, എനിക്ക് 9 വയസ്സ് പ്രായമുള്ളൂ. ആ ഒരു പ്രായത്തിൽ ഞാൻ ഒറ്റയായപ്പോൾ ഞങ്ങൾ അടിയും ബഹളവും, ഞങ്ങൾ കളിയും ചിരിയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സഹോദരി കടന്നു പോയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആരുമില്ല, എനിക്കിന്ന് കളിക്കാൻ ആരുമില്ല, എൻ്റെ കൂടെ ഒന്ന് സംസാരിക്കാൻ ആരുമില്ല. പപ്പയും മമ്മിയും ഏത് സമയം നോക്കിയാൽ പ്രാർത്ഥന, ഫാസ്റ്റിംഗ് പ്രെയർ, ഇതേ എൻ്റെ കൂടെ കളിക്കാൻ ആരുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഞങ്ങൾ കടന്നുപോയി. അതിനുശേഷം തോമസ് മാത്യു അങ്കിൾ പപ്പയ്ക്കൊരു സ്ഥലം കൊടുത്ത് ദരീബ മൈൻസ് എന്ന് പറഞ്ഞ അവിടെ ഈ സിങ്കും ലേഡൊക്കെ എടുക്കുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ ആ ഭാഗത്തായിട്ട് പപ്പയ്ക്കൊരു മിനിസ്ട്രിക്ക് വേണ്ടി സ്ഥലം കൊടുത്തു. അങ്ങനെ പപ്പയും മമ്മിയും ഞാനും ഞങ്ങൾ 3 പേരും ആ സ്ഥലത്തേക്ക് കടന്നുപോയി. 1981 ഞങ്ങൾ അങ്ങോട്ട് കടന്നു പോകാൻ സാധിച്ചു. 81 നവംബർ 27-ാം തീയതിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത്. അതിനുശേഷം ജനുവരി 1982 ജനുവരി മാസം ഞങ്ങൾ ആ സ്ഥലത്തോട്ട് കടന്നു പോകാൻ, പിന്നെ അവിടെ എന്നെ സ്കൂളിൽ ചേർക്കുവാൻ. എനിക്ക് മലയാളം അല്ലാതെ ഒന്നും അറിയത്തില്ല, ജസ്റ്റ് പറയാനേ അറിയത്തുള്ളൂ, ഹിന്ദി എനിക്ക് ഒട്ടും അറിയത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്നെ അവിടെ സ്കൂളിൽ ചേർത്ത്. ഞാൻ സ്കൂളിലായിരിക്കുമ്പോൾ പലരും പല കാര്യങ്ങൾ പറയും. എന്നെ ഇഷ്ടംപോലെ ആൾക്കാർ, പിള്ളേരായാലും എൻ്റെ ടീച്ചർമാരല്ല, എന്നെ ഒത്തിരി അങ്ങ് കളിയാക്കും. പക്ഷേ ഭാഷ അറിയാൻ വയ്യാത്ത കാരണത്താൽ ഞാൻ ആ കളിയാക്കലൊന്നും അധികമൊന്നും വകവച്ചില്ല. കാരണം ഭാഷ അറിയത്തില്ല. അവരെന്ത് വേണമെങ്കിലും പറയട്ടെ, യെസ്, ഓക്കെ, അതല്ലാതെ വേറൊന്നും അറിയത്തില്ല. ഓക്കെ, പിന്നെ 2 കാര്യങ്ങൾ മാത്രമേ എഴുത്ത്, ടീക്കെ, ഈ 2 വാക്ക് മാത്രം പഠിച്ച്. ഓക്കെ, ടീക്കെ, അവർ കളിയാക്കിയാലും ടീക്കെ, അവർ വേറെ എന്തേലും പറഞ്ഞെന്ന് പറഞ്ഞാലും ടീക്കെ, ഈ ഒരു കാര്യമല്ലാതെ എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ പയ്യെ
പതിയെ പതിയെ ഞാനത് ഹിന്ദി പഠിക്കുവാനും ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഹിന്ദി പഠിക്കുവാനും 4ാം ക്ലാസ് അവിടുന്ന് പാസ് 4ാം ക്ലാസ് മുതൽ ഞാൻ അവിടുന്ന് രാജസ്ഥാൻ്റെ പ്രദേശത്തിന് പഠിക്കുവാനായിട്ടിടയായി. ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ വേറെ പ്രൈവറ്റ് ആയിട്ടെങ്ങും പോയില്ല, ഗവൺമെൻറ് സ്കൂളിൽ തന്നെ ഞാൻ പഠിച്ച് അതിനുശേഷം ദൈവം എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ 1982-83 ഒരു ആദ്യം ഇതേ സമയം തന്നെ ഒരു നവംബർ മാസം എൻ്റെ മമ്മിക്കാണെന്നുണ്ടെങ്കിൽ ആസ്തമയുടെ ചെറിയ പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു. വലിയ ഈ പൊടി പറക്കുമ്പോഴൊക്കെ ആസ്തമയുടെ പ്രോബ്ലം ഉണ്ട്. അങ്ങനെ ആയിരുന്ന സമയത്ത് ഞങ്ങളൊരു സഹോദരി ഒരു ആൻറ്റിയെ കാണാൻ വേണ്ടി ഉദയ്പൂർ എന്ന സ്ഥലത്ത് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കടന്നുപോയി. വിസിറ്റിംഗ് ചെയ്ത് പുള്ളിക്കാരിയെ കാണാൻ വേണ്ടി. പുള്ളിക്കാരി അവിടെ മരണ രോഗിയായിട്ട് കിടക്കുക. അതിനു മുമ്പേ പാസ്റ്റർ ജോൺ പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് 1983 ഒക്ടോബർ മാസം ഞങ്ങൾ അങ്ങോട്ട് അവിടെ കടന്നു ചെന്നു. ഒക്ടോബർ മാസം ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങൾ അവിടെ കടന്നു വന്നു. ഞാനും പപ്പയുണ്ട്, മമ്മിയുണ്ട്, പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു പാസ്റ്റങ്ങളുണ്ട്. ഞങ്ങളെ ആ ആൻറ്റിയുടെ അടുത്തോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ അവിടെ ചെന്ന് ഉദയ്പൂർ ഹോസ്പിറ്റലിൻ്റെ പടിക്കെ വന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് 3 നില കെട്ടിടം, ഒരു ഹോസ്പിറ്റൽ. അവിടെ കയറണം. ഒരു സ്റ്റെപ്പ് കയറി, 2 സ്റ്റെപ്പ് കയറി, ഒരു ഫ്ലോർ കയറി, 2ാമത്തെ ഫ്ലോർ കയറിയപ്പോഴത്തേക്ക് എൻ്റെ മമ്മി അങ്ങ് അവശതയായി. മമ്മിക്ക് ഇനി മുകളിലോട്ട് കയറാൻ പറ്റുന്നില്ല. പക്ഷേ എങ്കിലും പയ്യെ സ്റ്റെപ്പിൽ പിടിച്ചും അവിടെ ഇരുന്നതും എങ്ങനെയായാലും ഞങ്ങൾ 3ാമത്തെ ഫ്ലോറിലെത്തി. ആ വാർഡിൽ ആൻറ്റി കിടക്കുന്ന അതേ പുള്ളിക്കാരിയുടെ ആ ബെഡിന് അരികെ അവിടം വരെ എത്തി, ഒരു വിധത്തിലെത്തി. അവിടെ ചെന്നപ്പോഴത്തേക്കും മമ്മിക്കാണെന്നുണ്ടെങ്കിൽ ആസ്തമയായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് കൂടി, അങ്ങ് വല്ലാത്തൊരു സിറ്റുവേഷനൊക്കെ ആയി. അവിടെ പിന്നെ ഞങ്ങൾ ചെന്ന സമയം ഡോക്ടേഴ്സിൻ്റെ റൗണ്ടിങ്ങിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ഈ മമ്മിയുടെ ഈ സിറ്റുവേഷൻ കണ്ടപ്പോഴത്തേക്കും മറ്റേ ആ ആൻറ്റി പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, ഡോക്ടർ സാബ് എന്നെ ഇപ്പം നോക്കുന്നതിന് മുമ്പ് ഈ സിസ്റ്ററെ ഒന്ന് നോക്കാൻ പറഞ്ഞു. ഈ സിസ്റ്ററെ ഒന്ന് നോക്കുക. അന്നേരം എൻ്റെ മമ്മിയെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും മമ്മിയുടെ വാൽവിൻ്റെ 70% അത് ഡാമേജ് ആയിപ്പോയി. മമ്മിയുടെ വാൽവിൻ്റെ 70% ഡാമേജ് ആയിപ്പോയി. അപ്പം ഡോക്ടർ പറഞ്ഞ് ഇനിയൊരു രക്ഷയുമില്ല, നിങ്ങൾ ഇവിടെ അഡ്മിറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. അതുമാത്രം ഞങ്ങൾ ഒരു 15 ദിവസം നോക്കും. 15 ദിവസം നോക്കിയില്ലെന്നുണ്ടെങ്കിൽ അതിന് ശരിയായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ടത് ജയ്പൂരിൽ കൊണ്ടുപോകണം. കാരണം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഇല്ല, ഉദയ്പൂരില്ല. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓൾ ഓവർ രാജസ്ഥാനിൽ ജയ്പൂർ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, അവിടെ ഒരൊറ്റ ഡോക്ടറേ ഉള്ളൂ. ആ ഡോക്ടർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പുള്ളി സാധാരണ അമേരിക്ക ഇങ്ങനെ ടൂർ പുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോകാൻ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കിടത്തുക, അല്ലെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോവുക ചെയ്യുക. അത്രമാത്രം പപ്പയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പാസ്റ്റർ തോമസ് മാത്യു അങ്കിൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വേറെ ഒന്നും വിചാരിക്കേണ്ട, നേരിട്ട് ജയ്പൂരിന് പോവുക. പിന്നെ ജയ്പൂരിൽ ഒരു പാസ്റ്റർ പീറ്റർ കുരുള എന്ന് പറഞ്ഞൊരു ദേവദാസനുണ്ടായിരുന്നു. ഈ തോമസ് മാത്യു അങ്കിളുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ആയിരുന്നു. പുള്ളി ഫോൺ കോൾ വിളിച്ച് ചോദിച്ചു, പീറ്റർ കുരുവിള അങ്കിളിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ്, അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു പാസ്റ്ററേയും കുടുംബത്തെ ഞാൻ അങ്ങോട്ട് വിടുക, സിസ്റ്ററേയും അവരങ്ങോട്ട് വിടുക. അപ്പോൾ വേണ്ടുന്ന സഹായമെല്ലാം ചെയ്തു കൊടുക്കണം. അവർക്ക് ഹിന്ദിയൊന്നും അറിയത്തില്ല, അവരുടെ കയ്യിൽ ഫിനാൻഷ്യലായിട്ടൊന്നുമില്ല, എന്തോ സഹായം വേണേലും അത് നിങ്ങൾ ചെയ്തു കൊടുക്കണം. സിസ്റ്റർക്ക് വേണ്ടുന്ന ആവശ്യമായുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി. ഞങ്ങളെ പിറ്റേന്ന് ആദ്യം 15 ദിവസം കഴിഞ്ഞ് 16ാമത്തെ ദിവസം ഞങ്ങൾ ജയ്പൂരിലേക്ക് യാത്രയായി. അപ്പം എൻ്റെ പഠിത്തമെല്ലാം അങ്ങ് വേസ്റ്റായി. ഞാൻ പപ്പയുടെ മമ്മിയുടെ കൂടെ ഞാനിപ്പോൾ സ്കൂൾ തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ സ്കൂൾ തുടങ്ങിയപ്പോഴേ എനിക്ക് ട്രീറ്റ്മെൻറ്റ് മമ്മിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതിൽ ഞങ്ങൾ ജയ്പൂരിൽ പോയി ഒരു ഏകദേശം 1 മാസം മമ്മി അവിടെ ഹോസ്പിറ്റലിൽ കിടന്ന് ഓപ്പറേഷനൊക്കെ സക്സസ് ആയി. വാൽവ് മാറ്റി വെച്ച് വാൽവിൻ്റെ എല്ലാം ചേഞ്ച് ചെയ്ത് എല്ലാം ചെയ്ത് പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ് ഓപ്പറേഷന് 3ാം പൊക്കം എൻ്റെ പ്രിയപ്പെട്ട മമ്മി കർത്തൃസന്നിധിയിലേക്ക് യാത്രയായി. അപ്പോൾ അതുകൂടെ ആയപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഭയങ്കര പ്രയാസമായി. ആദ്യമേ എൻ്റെ സഹോദരി പോയി, 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മമ്മിയും പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വന്നത് റെയിൽമംഗല എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഞാൻ പഠിക്കുന്ന സ്ഥലത്ത്, അന്ന് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അന്നേരം ഞാൻ തോറ്റുപോയി. അപ്പോൾ ആ സമയം ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോകണം.
പോകണമെന്ന് മനസ്സിനകത്ത് പപ്പ പറയുന്നുണ്ടെങ്കിലും അങ്ങോട്ട് പപ്പയുടെ മനസ്സ് എനിക്കെത്ര എത്ര ഒരു എന്ത് പറഞ്ഞാൽ അത് ഒന്ന് ഒന്ന് ഗവനിച്ചറിയാനായിട്ടുള്ള ഒരു ബുദ്ധി എനിക്കന്ന് ഇല്ലായിരുന്നു. എങ്കിലും പപ്പ പറഞ്ഞ നമുക്ക് റെയിൽമംഗലയിലേക്ക് പോകാം, നിന്റെ പഠിത്തത്തിൻ്റെ കാര്യമല്ല. ഞാൻ പറഞ്ഞു പപ്പ ഇനിയിപ്പോൾ അവിടെ പോയി ഇനിയിപ്പോൾ എന്തോ ചെയ്യും, മമ്മിയില്ല, പപ്പയ്ക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല, പപ്പയ്ക്ക് ആഹാരം ഉണ്ടാക്കാൻ അറിയത്തില്ല, ഇപ്പം എന്തോ ചെയ്യും. അന്നേരം പപ്പ എൻ്റെ അടുത്ത് ഇത്രയും പറഞ്ഞ് എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. പപ്പ പറഞ്ഞ് അതൊക്കെ ദൈവം കരുതിക്കൊള്ളും, അതൊക്കെ ദൈവം കരുതിക്കൊള്ളും. അങ്ങനെ ഉള്ള സമയം ഞങ്ങളൊരു ഒരാഴ്ച ഉദയപൂർ തോമസ് മാത്യു അങ്കിളുടെ കൂടെ നിന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങളുടെ വർക്കിംഗ് സ്ഥലത്തോട്ട് റെയിൽമംഗര എന്ന് പറഞ്ഞ ദരീബ റെയിൽമംഗര എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഞങ്ങൾ കടന്നു പോകാനും സാധിച്ചു. അവിടെ ചെന്നതിന് ശേഷം പപ്പയ്ക്ക് മിനിസ്ട്രിക്ക് ഒരു കുറവില്ല. പപ്പ മിനിസ്ട്രിക്ക് വേണ്ടി അവിടെ ഇവിടെ എല്ലാം ഓടിച്ചാടെ നടക്കുന്നു. ഇപ്പം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക്, ആരുമില്ല. വലിയൊരു വീട് പപ്പ എടുത്തിട്ടേക്കുന്നു. ആ വീട്ടിൽ ഞാൻ മാത്രം, എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. പപ്പയ്ക്ക് കേവലം ഒരു ചെറിയ പച്ചക്കറി മാത്രം ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയത്തില്ല. തിരിച്ചു മറിച്ച് നോക്കുക, ഉരുളക്കിഴങ്ങ്, തക്കാളി, വഴുതനങ്ങ, ഈ മൂന്ന് ഇതും കൂടി ചേർന്ന് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പാസ്റ്റർ എന്ന് ഉണ്ടാക്കിയത്, ഇന്ന് പച്ചക്കറി എന്തോ ഉണ്ടാക്കിയത്, സബ്ജി എന്തോ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഉരുളക്കിഴങ്ങ്, ടൊമാറ്റോറ്, ബേങ്ങൻ എന്ന് പറഞ്ഞ വഴുതനങ്ങ. അപ്പം ഇന്ന് അങ്ങനെ പറയും. നാളെ ചോദിക്കുമ്പോഴത്തേക്കും അത് നേരെ തിരിച്ചു പറയും, വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, ടൊമാറ്റർ. ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇത് കുറച്ച് നാൾ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലം ഞാനൊന്ന് ചിന്തിച്ചു പോയി. ഒരു സമയം ഉണ്ടായിരുന്നു, ഞാനൊരു ചെറിയ പ്രായമായിരുന്നു, ഞങ്ങൾ ഒരു സ്ഥലത്തായിരുന്ന സമയത്തേക്ക് അവിടെ ആഹാരത്തിന് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്ന സമയം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ കുമരകത്ത് ഞാൻ തോട്ടി വീണേ ആ സ്ഥലത്ത് തന്നെ ഒരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് ആഹാരത്തിന് വകയില്ലാതിരുന്ന സമയത്തേക്ക് പപ്പ മിനിസ്ട്രിക്ക് പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഞാനിവിടെ മൂത്രമൊഴിച്ച് മണ്ണ് വാരി കഴിച്ചുകൊണ്ടിരിക്കുക. ആ 1.5 വയസ്സുള്ള സമയത്ത് ഞാൻ മൂത്രമൊഴിച്ച് മണ്ണ് വാരി കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പപ്പ ഒരു വടി എടുത്തുകൊണ്ട് ഓടി വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുക, എന്തുവാടാ നീ ചെയ്യുന്നത്, എന്തിനാ മണ്ണ് വാരി കഴിക്കുന്നത്? അപ്പം വിശന്നിട്ട് ഞാൻ പറയുന്നത്, എനിക്ക് പറയാൻ പോലും ഉള്ള ശേഷിപ്പില്ല. അപ്പം ഞാൻ ഇപ്രകാരം പറയുന്നത്, പപ്പ പറയുന്നത് ഇതാണ്, മമ്മി തോയി തത്തില്ല എന്ന് പറഞ്ഞാൽ മമ്മി ചോറ് തരത്തില്ല, കാരണം ചോറിനുള്ള വക വീട്ടിലില്ല. ആ സമയം പപ്പ എന്നെ എടുത്ത് മാറോട് ചേർത്തിട്ട് എന്നിട്ട് പപ്പ പ്രാർത്ഥിച്ച് ദൈവത്തോട് ഒറ്റ കാര്യം മാത്രം പറഞ്ഞു, ദൈവമേ, ഈ കുഞ്ഞിനെ നീ എനിക്ക് വേണ്ടി തന്നുണ്ടെങ്കിൽ, ഞാൻ മിനിസ്ട്രിയിലായിരിക്കും, എനിക്ക് നീ ഈ കുഞ്ഞിനെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവന് ഒന്നുകിൽ നീ ആഹാരം കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇവനെ നീ അങ്ങ് എടുത്തോണം. ഈ 2 കാര്യം പപ്പ ദൈവത്തോട് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറിപ്പോയി, വീട്ടിനകത്തോട്ട് കയറിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മമ്മിയുടെ അടുത്ത് കാര്യം, മമ്മി പപ്പയെ നോക്കി കരയുക, ഇതല്ലാതെ വേറൊന്നുമില്ല, ഒരു വകയില്ല, വെള്ളം തരുക, അതല്ലാതെ വേറൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടുന്ന് ഞങ്ങളൊരു 4 കിലോമീറ്റർ ദൂരം കണ്ട ഒരു അമ്മച്ചി കുറേ ഐറ്റംസൊക്കെ ആയിട്ട്, കുറേ സാധനങ്ങൾ, കുറേ അരിയും കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന്, പക്ഷേ ഞാൻ അവിടെ വീട്ടിൽ ഞങ്ങളിങ്ങനെ ആഹാരമൊക്കെ ഞങ്ങളുടെ വീട്ടിലെ പച്ചക്കറിയൊക്കെ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു, ഒത്തിരി ഇതായിപ്പോയി, ഈ പച്ചക്കറി പലർക്കും കൊടുത്ത് പലർക്കും വിറ്റ്, പക്ഷെ കുറേ മീതി വന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ പാസ്റ്റർ ഉണ്ടല്ലോ, പാസ്റ്റർ കൊണ്ട് കൊടുത്തേക്കാന്ന്. അങ്ങനെ ഒരു സമയത്ത് ഇപ്പം എൻ്റെ ഈ സമയം ഞാനിവിടെ ഒറ്റയായിരുന്ന സമയത്ത് ഞാനത് ചിന്തിച്ചു പോയി, കർത്താവേ, ഒരു സമയം എനിക്ക് ഒന്നുമില്ലാതിരുന്ന് ഞാൻ മണ്ണ് വാരി തിന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇന്ന് അതേ സിറ്റുവേഷൻ തന്നെ, ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ട്, പക്ഷേ ഉണ്ടാക്കി തരാൻ ആരുമില്ല, നല്ലൊരു ഭക്ഷണം കഴിക്കുവാൻ ആരുമില്ല, എനിക്ക് തരാൻ ആരുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ. ഞാൻ പപ്പ മിനിസ്ട്രിക്ക് പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എനിക്കൊത്തിരി ബുദ്ധിമുട്ടുണ്ട്, പല കാര്യങ്ങളും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മിനിസ്ട്രിക്ക് കടന്നു പോകുമ്പോഴത്തേക്കും എന്നെ ഒന്നുകിൽ അവിടെ ഈ നോർത്ത് ഇന്ത്യൻസിലൊക്കെ ആണെന്ന് കൂടുതൽ സിസ്റ്റേഴ്സാണ് ഉള്ളത്, എന്ന് പറഞ്ഞാൽ നേഴ്സുമാരാണ് ഉള്ളത്. അപ്പോൾ അവർ ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ചിലപ്പം അവരുടെയൊക്കെ കൂടെ എന്നെ അങ്ങ് വിട്ടു, അവരുടെ അടുത്ത് പറയാം, സിസ്റ്ററെ, മോൻ ഇവിടെ ഒരു ദിവസമുണ്ട്, രാവിലെ അവൻ സ്കൂളിൽ പോയിക്കോളും, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവൻ ഇവിടെ വന്ന് കിടന്നോളും.
ആഹാരത്തിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഞാൻ അവരുടെ കൂടെ കഴിച്ച് വളർന്ന്, പിന്നെ എനിക്കൊരു കൂട്ടുകാരൻ, എനിക്കൊരു പൂജാരി, ഒരു കുടുംബത്തിലൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ഈ പല വീടുകളിൽ പോയി ഈ ഓരോരോ ഭിക്ഷുവാണ്, ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ ചോദിക്കും, അവർ ഓരോന്നോരോന്ന് കൊടുക്കും. ചിലപ്പോൾ അരി കൊടുക്കും, ചിലപ്പോൾ ആട്ട കൊടുക്കും, ചിലപ്പം പരിപ്പ് കൊടുക്കും, ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കും. അപ്പം ആ കൂട്ടുകാരൻ്റെ ഫാദറിൻ്റെ ആ വീട്ടിലാണ് ഞാൻ കൂടുതൽ സമയം. അപ്പം ആ ആഹാരം കഴിച്ച് അവരോടൊപ്പം നിന്ന്, അവരോടൊപ്പം നടന്ന്, അവരോടൊപ്പം കിടന്ന്, അങ്ങനെ ഞാൻ ജീവിച്ചു വളർന്നു വന്നു. ഒരു ബുദ്ധിമുട്ട്, കാരണം ഞാൻ അവരോരോടത്തുനിന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ട് വരുന്ന കഴിക്കുന്നതിൽ ഞാനും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ വളർന്നു വന്ന് ഒരു സമയമായപ്പോഴത്തേക്കും പപ്പ നോക്കിയപ്പോഴത്തേക്കും, നീ എവിടെയായിരുന്നടാ, നീ എവിടെ പോയിരുന്നു, നീ ഇന്നലെ രാത്രിയിൽ എവിടെയായിരുന്നു, എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയാം എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തായിരുന്നു, മറ്റേ ആൻറ്റി ഒന്നും അവിടെ ഇല്ലായിരുന്നു, അവരിവിടെ ഇല്ലായിരുന്ന കാലത്ത് ഞാൻ എവിടെ പോയി കിടക്കും, വീട്ടിലല്ലേ, ഒന്നുമില്ല, എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയി അവിടെ കിടക്കും. അവൻ്റെ ഫാദർ ഓരോന്നോരോന്ന് മേടിച്ചുകൊണ്ട് വരും, ഞങ്ങൾ കഴിക്കും. ആ ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാൻ കടന്നു പോകേണ്ട സമയമൊക്കെ വന്നു. അത് എന്ന് പറഞ്ഞാൽ ഞാൻ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന ആ സമയം. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തെ പപ്പ വിചാരിച്ച്, ദൈവമേ, ഈ പൈതലിനെ ഞാൻ ഇനി എന്തോ ചെയ്യും, എവിടെ ഞാൻ ഇങ്ങനെ ഇടുന്ന സമയത്തേക്ക് ദൈവം പപ്പയ്ക്ക് വേണ്ടി ഒന്ന് കരുതി. കർത്താവ് പപ്പയ്ക്ക് ഒരു തക്ക തുണ, പപ്പ ആയിരുന്ന സ്ഥലത്ത്, കുമളിയിൽ ഇരുന്ന സ്ഥലത്ത്, അവിടുന്ന് തന്നെ ഒരു പ്രിയപ്പെട്ട സഹോദരി എന്ന് പറഞ്ഞാൽ എനിക്കൊരു മമ്മിയെ അവിടുന്ന് രണ്ടാമത് പപ്പ വിവാഹം കഴിച്ച് കൊണ്ടുവരാൻ സാധിച്ചു. അത് 1983 എൻ്റെ മമ്മി മരിക്കുന്നത്. 84 ലാസ്റ്റിൽ ഇതെല്ലാം ആലോചിച്ച് ഓക്കെ ആക്കി. ഇപ്പം 85 സ്റ്റാർട്ടിങ്ങിൽ തന്നെ പപ്പ വിവാഹം കഴിച്ച് അങ്ങനെ മമ്മിയായിട്ട് രാജസ്ഥാനിലേക്ക് കടന്നു വന്ന്, ഇപ്പം ആ മമ്മി വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര സന്തോഷം, എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം. കർത്താവ് വേറൊന്നും കൊണ്ടല്ല, ഇനി എനിക്ക് നല്ല ആഹാരം കിട്ടുമല്ലോ, ഇനി എനിക്ക് മമ്മിയെ കിട്ടിയതിൻ്റെ സന്തോഷമല്ല, എനിക്ക് നല്ല ആഹാരം കിട്ടും എന്നുള്ള. കാരണം ഞാൻ ആ ഒരു പട്ടിണി കൂടെ ഞാൻ കടന്നു വന്ന്, എന്നെ അന്ന് കണ്ടു കഴിഞ്ഞാൽ കഷ്ടിച്ച് 28-25 കിലോ അതിൽ കൂടുതൽ എൻ്റെ എനിക്കില്ല, അത് തന്നെ കൂടുതലാണെന്ന് തോന്നുന്നു. ആ ഒരു ലെവലിൽ ഞാൻ എത്തിയായിരുന്നു. അതുപോലെ ഞാൻ ഒരു സ്കെൽറ്റായി പോയിരുന്നു. കാരണം ആഹാരം കറക്റ്റ് സമയത്തിനില്ല. ചിലപ്പം 3 ദിവസം, ചിലപ്പം 4 ദിവസം വെള്ളം മാത്രം കുടിക്കും. ഈ ചിലപ്പോൾ കൂട്ടുകാരൻ്റെ ഇവിടെ ഒന്നും കാണത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ആൻറ്റിയുടെ അടുത്തൊന്നും കാണത്തില്ല. ഇങ്ങനെയൊക്കെ ഞാൻ ഇവിടുന്ന് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന സമയങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയാം, ഞാൻ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ കടന്നു പോയി, ചിലപ്പോൾ സ്കൂളിൽ പോയി കളിച്ചിട്ട് ഈ കൂട്ടുകാരൊക്കെ ചിലപ്പോൾ ഈ കടലയൊക്കെ കൊണ്ടുവരും, അത് തന്നെ ഞാൻ എടുത്ത് കഴിക്കും. ചില സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു കടയുണ്ട്, അവിടെ ഈ മിക്സറൊക്കെ കിട്ടുന്നത്. അവരുടെ കടയിൽ ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും കൂട്ടുകാരൻ്റെ ഫാദർ പറയാം, അലക്സേ എന്തോ പറ്റി, വാ വന്നാ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു നംകീൻ അല്ലെന്നുണ്ടെങ്കിൽ മിക്സറൊക്കെ തന്നുവിടും. അത് അങ്ങനെയൊക്കെ കഴിച്ച്, കാരണം വിശപ്പടക്കാൻ വയ്യാതെ അങ്ങനെയൊക്കെ ഞാൻ ജീവിച്ച ഒരു സമയമുണ്ടായിരുന്നു. കർത്താവ് അവിടുന്ന് എല്ലാം എനിക്കൊരു വിടുതൽ തന്ന്, അതിനുശേഷം കർത്താവ് എന്നെ മാനിച്ച് ഞാൻ എൻ്റെ പഠനത്തിൽ മുന്നോട്ടായി. അതിനുശേഷം കർത്താവ് എന്നെ ഒരു നല്ലൊരു ലെവലിലേക്ക് ആക്കാനായിട്ട് തീരുമാനിച്ച്. എനിക്കൊരു സ്പോർട്സിനോട് വലിയ താല്പര്യമായിരുന്നു. ഞാൻ പയ്യെ സ്പോർട്സ് ആരംഭിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ തുടങ്ങി. ബാഡ്മിൻ്റൺ കളിച്ച് അങ്ങനെ ഞാനൊരു 10ാം ക്ലാസ് ആയപ്പോഴത്തേക്കും, ഞാൻ സെക്കൻഡറി സ്കൂൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തേക്ക് എനിക്ക് സ്റ്റേറ്റ് ലെവൽ കളിക്കുവാനായിട്ടുള്ള ചാൻസ് കിട്ടി. അങ്ങനെ സ്റ്റേറ്റ് ലെവലിലേക്ക് കളിക്കാൻ പോകുമ്പോഴത്തേക്ക് എനിക്ക് അതിനകത്തുനിന്ന് അവർ പൈസയും തരും, ആഹാരവും തരും, താമസ സൗകര്യം എല്ലാം സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നത് കാണത്താൽ എനിക്ക് ഒരു ആഹാരത്തിനൊരു കാര്യമില്ല. കാരണം മമ്മി അന്ന് വന്ന ആ വർഷമേ ഉള്ളൂ. അതിനുശേഷം ഞാൻ കളിക്കാനൊക്കെ പോയി. കളിയിൽ നല്ല ഉന്നതമായി 10ാം ക്ലാസ് പാസ്സായി. ആദ്യത്തെ വർഷം തോറ്റുപോയി, 2ാമത്തെ വർഷം പിന്നെ എഴുതി 10ാം ക്ലാസ് ജയിച്ച് 11ാം ക്ലാസ്സിൽ വന്ന് ഇവിടെ പ്ലസ് വണ്ണിൽ വന്നപ്പോഴത്തേക്കും പിന്നെ കളിയിൽ സ്വല്പം കൂടെ ഹയർ ലെവലിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് 11th പാസ്സായി 12th വന്നപ്പോഴത്തേക്കും കളിയിൽ എനിക്ക് നാഷണൽ ലെവലിൽ പോകാനായിട്ടുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. ഞാൻ രാജസ്ഥാനിന് വേണ്ടി
കളിക്കുവാൻ എനിക്ക് നാഷണൽ ലെവലിൽ കളിക്കുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ദൈവം എനിക്ക് രാജസ്ഥാൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ക്യാപ്റ്റനായി ബാഡ്മിൻ്റൺ ഒരു ക്യാപ്റ്റനായിട്ട് ആകുവാനായിട്ട് എനിക്ക് എന്നെ പലരും വീട്ടിൽ ഇരുന്നുകൊണ്ട് അന്ന് സമയത്ത് കളർ ടി വി ഒന്നും ഇല്ലല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഉള്ളൂ. മറ്റുള്ളവരൊക്കെ ആണെങ്കിലും ഈ പാസ്റ്റർ തോമസ് മാത്യു അങ്കിളും ആൻറ്റിയും അവരുടെ ഫാമിലിയൊക്കെ അവിടെ ഇരുന്ന് കാണും, ഞാൻ കളിക്കുന്നത് അവിടെ ഇരുന്ന് കാണും. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ ദൈവം എന്നെ കൊണ്ടാക്കി. പക്ഷേ ആ ഒരു ലെവൽ 12ാം ക്ലാസ് ആയപ്പോഴത്തേക്കും എൻ്റെ എന്തു പറഞ്ഞാൽ ഡെയിലി ലൈഫിൽ ഒരു ചേഞ്ചിങ് വന്നു. അവിടെ ഒരു വഴിത്തിരിവ് വന്നു. കാരണം ഞാൻ കളി മാത്രമേ ഉള്ളൂ, പഠിത്തമില്ല. അപ്പം പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞ്, മോനെ ഇനി അത് പറ്റത്തില്ല, നിനക്ക് മുന്നോട്ടൊരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ കളി കൊണ്ടൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് നീ കളി മാറ്റിയിട്ട് പഠിക്കണം. പിന്നെ ഞങ്ങളുടെ കോച്ചും പല ആൾക്കാരും ഇങ്ങനെ വന്ന് പപ്പയുടെ അടുത്ത് നിർബന്ധിച്ചു പറഞ്ഞ്, സാറേ അത് ഒന്നും സാരമില്ല, അവനെ ഞങ്ങളൊക്കെ പാസ്സാക്കിക്കൊള്ളാം, ഞങ്ങൾ പാസ്സായിക്കാം, അത് നിങ്ങളൊന്നും വിഷമിക്കുമ്പോൾ അവൻ കളിക്കട്ടെ, അവനെ ഞങ്ങൾ പാസ്സായിക്കൊള്ളാം. അപ്പം പപ്പ പറഞ്ഞ അതല്ല, അവൻ തന്നെത്താൻ എഴുതി പാസ്സാകണം, അതാ എൻ്റെ ആഗ്രഹം. നിങ്ങൾ പാസ്സാക്കുന്നതല്ല, അവൻ തോറ്റു പോകുന്നതിലല്ല, അവൻ തന്നെത്താൻ എഴുതി അവൻ്റെ ബുദ്ധിയോടുകൂടി പാസ്സാകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ അവനെ പഠിപ്പിക്കാൻ വിട്ടത്, അല്ലാതെ ഇവനെ കളിക്കാൻ വേണ്ടിയല്ല വിട്ടത്. അങ്ങനെ പപ്പ കുറേ ദേഷിച്ച് കഴിഞ്ഞ് അവരൊക്കെ അങ്ങ് അവരുടെ അടുത്തും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പപ്പ അങ്ങ് പോയി വിട്ട് കളഞ്ഞ്. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇനി കളിക്കാൻ പോകരുത്. അതിനുശേഷം ഞാൻ എൻ്റെ കളി അവിടെ അവസാനിച്ച്, സ്കൂളിലെ കളി ഞാൻ അവസാനിപ്പിച്ചെങ്കിലും പക്ഷേ മുന്നോട്ടുള്ള എനിക്ക് നാഷണൽ ലെവൽ വരെ പോകാനായിട്ടൊരു ഭാഗ്യം ലഭിച്ചുകൊണ്ട് മറ്റുള്ള എൻ്റെ ക്ലബ്ബുകാരും അവരെന്നെ വിട്ടില്ല. അതിനുശേഷം അവരെന്നെ തിരികെ പിടിച്ചു. ഞാൻ ഞാൻ 12ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ജോലി ലഭിച്ചു. ആ സമയം പപ്പയൊക്കെ അവിടുന്ന് ദരീബേന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി പപ്പ അങ്ങ് പോയി. അപ്പം ആ പോയ സമയത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി ജോയിൻ ചെയ്യുക, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ വിട്ട് കളഞ്ഞേക്കാം, ഞാൻ ആ ജോലി വിട്ട് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പപ്പ എന്നെ അങ്ങോട്ട് വിട്ട് ദരീബയിൽ അവിടെ ക്ലബിൻ്റെ ഹോട്ടൽ തന്നെയുണ്ട്, ആ ഹോട്ടലിൽ തന്നെ എന്നെ താമസിപ്പിച്ച് ഞാൻ ഒരു 2 മാസം അവിടെ താമസിച്ച് അവിടെ കളിക്കുന്നതിന് എനിക്ക് പൈസ കിട്ടും, എനിക്ക് നല്ല സാലറി, കളിക്കുന്നതിന് എനിക്ക് സാലറി കിട്ടും, എനിക്ക് ജോലിയൊന്നും ചെയ്യണ്ട, കളിച്ചാൽ മാത്രം മതി, ആ കളിക്ക് സാലറി കിട്ടും. ആ കളിയിൽ മുന്നോട്ട് വന്ന് എനിക്ക് ജോലി ഉണ്ടല്ലോ, ജോലി അവർ തന്ന്, ഗവൺമെൻറ് എനിക്ക് ജോലിയും തന്നു, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലിയും കിട്ടി. എനിക്ക് നല്ല പ്രായത്തിന് എനിക്ക് 18-19 വയസ്സായപ്പോഴത്തേക്ക് എനിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലിയും കിട്ടി. അപ്പോൾ എൻ്റെ ജീവിത രീതിയൊക്കെ മാറിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഇടുന്ന സമയത്തൊക്കെ കൂട്ടുകാർ പൈസ ആകുമ്പോഴത്തേക്കും കൂട്ടുകാരും ശരിക്കും കൂടുമല്ലോ. ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ജീവിതത്തിൽ പല തെറ്റായ കൂട്ടുകാർ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ആ സമയം ഞാൻ എൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ മാറ്റി. കാരണം ഞാൻ പിന്നെ ചർച്ചിൽ പോകത്തില്ല, പള്ളിയിൽ പോകത്തില്ല, ആരാധനയ്ക്ക് പോകത്തില്ല, പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല. പപ്പ മമ്മി ഇല്ല, അവർ വേറെ സ്ഥലത്ത് പോയി, ഞാൻ വേറെ സ്ഥലത്ത്, ഞാൻ തോന്നിയതുപോലെ അങ്ങനെ നടക്കുന്ന ഒരു സിറ്റുവേഷനായി മാറി. അതിനുശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ കയ്യിലാണ്. ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് അന്നേരം വരും. എൻ്റെ വീട്ടിലായിരിക്കും കൂടുതൽ സമയം അവർ നിൽക്കുന്നത്. എൻ്റെ പയ്യെ അവരെന്നെ മദ്യപാനിയാക്കി മാറ്റി. സിഗരറ്റും ബീഡിയും പുതിയ ബ്രാൻഡ് കിട്ടുന്നത് ആദ്യം ഞാൻ മേടിക്കും. കാരണം എനിക്ക് ജോലി ചെയ്യാതെ തന്നെ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. ഈ കിട്ടുന്ന പൈസ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി അങ്ങ് ചിലവാക്കുക. വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നില്ല, മണി ഓർഡർ ഒന്നും ഞാൻ അയച്ചു കൊടുക്കുന്നില്ല. കഷ്ടിച്ച് 1-2 പ്രാവശ്യം എങ്ങാണ്ട് 100 രൂപ വെച്ച് ഞാൻ എൻ്റെ പപ്പയും മമ്മിക്ക് അയച്ചു കൊടുത്തത്. അല്ലാതെ ഞാൻ ഒരൊറ്റ പൈസ ആ സമയം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം എൻ്റെ കൂട്ടുകാരിലേക്ക് ഞാൻ അങ്ങ് ചിലവാക്കി. ആ കൂട്ടുകാരെന്താ ചെയ്യുന്നത്, പുതിയ ബ്രാൻഡ് വരുമ്പോഴത്തേക്കും അവരത് വാങ്ങിക്കുക, അത് എല്ലാം അങ്ങനെ കുടിച്ച് ഒരു പരുവാക്കി അങ്ങനെ അങ്ങ് തീർക്കുക. ലാസ്റ്റിൽ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഞാനൊരു ദൈവദാസൻ്റെ മോനല്ലേ, ഞാനൊരു പാസ്റ്ററിൻ്റെ മോനല്ലേ, ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ഈ ചെയ്യുന്നത് മൂലം വേറെ ആർക്കാ? എൻ്റെ പിതാവിനല്ലേ അതിൻ്റെ നാണക്കേട്, അതിൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ പപ്പയ്ക്കല്ലേ. പപ്പ ഇവിടെ പാസ്റ്ററായിട്ടിരുന്നല്ലേ. ഇവിടുത്തെ വിശ്വാസികൾ എന്നെ കാണുന്നത് വേറൊരു ലെവലിലാണ്. അതുപോലെ പപ്പ പോയപ്പോഴത്തെ ഒരു ദൈവദാസൻ അവിടെ വന്ന ഒരു പാസ്റ്റർ തോമസ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ അവിടെ കടന്നു വന്ന്
ഞാൻ പുള്ളിയെ നല്ല ചീത്ത വിളിക്കുമായിരുന്നു. എൻ്റെ മുന്നിൽ എപ്പോൾ പുള്ളി പ്രത്യക്ഷപ്പെടുന്നോ അന്ന് നല്ല ചീത്ത വിളിക്കുമായിരുന്നു, നല്ലത് പറയുമായിരുന്നു. പക്ഷേ പുള്ളി ഞാൻ പറഞ്ഞു, മോനെ അങ്ങനെയൊന്നും പറയല്ല, നിൻ്റെ ഫാദർ ഇവിടെ പാസ്റ്റർ അല്ലായിരുന്നു, എല്ലാ കാര്യം ഞാൻ നല്ലത് പറഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ മുഖത്ത് നോക്കി നന്നായിട്ട് പറഞ്ഞിട്ടേ ഞാൻ പോകത്തില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം മാറി, എൻ്റെ സ്വഭാവമേ മാറി. ഞാൻ പഴയ ഒരു അലക്സ് അല്ല, ഞാൻ വേറൊരു അലക്സായിട്ടായി മാറി. അപ്പോൾ അങ്ങനെ എൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ എന്നെ ഇങ്ങനെ ചതിക്കുഴിയിലോട്ട് ഇങ്ങനെ കൊണ്ടുപോയ ഈ സമയം ഞാൻ മൊത്തത്തിൽ ഓവറോൾ ഞാൻ അങ്ങ് ചേഞ്ചായി. എനിക്ക് ദൈവവും ഇല്ല, ഒന്നുമില്ല. എൻ്റെ കയ്യിൽ ബൈബിളൊക്കെ ഉണ്ടായിരുന്നു. അത് ബൈബിളെല്ലാം ഞാനത് ഈ റദ്ദി എന്ന് പറയുമ്പോൾ ഈ ആക്രിക്കാർക്കൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. ആ സമയം ഞാൻ, കാരണം പൈസയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, ബൈബിള്, ന്യൂ ടെസ്റ്റ്മെൻറ്റ് അതെല്ലാം ഞാൻ ഈ ആക്രിക്കാർക്ക് എടുത്തു കൊടുത്ത് അതിൽ നിന്ന് പൈസ ഉണ്ടായി. അങ്ങനത്തെ ഒരു കാലഘട്ടം, അങ്ങനത്തെ ഒരു സമയം ദൈവം അവിടെ എന്നെ പിടിച്ച്. അപ്പോൾ ഒരു ദിവസം എല്ലാ വർഷം 1991 നവംബർ മാസം എല്ലാ വർഷം മൈൻസ് ഫ്രീ ആയിട്ട് കാണിക്കുന്ന ഒരു സമയമുണ്ട്. മൈൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ആ സ്ഥലം ഫ്രീ ആയിട്ട് കാണിക്കുന്ന ഒരു സമയമുണ്ട്. ഈ സമയം ഇതിനുള്ളിൽ ഞാൻ എൻ്റെ വീട്ടിൽ, ഞാൻ വാടകയ്ക്കൊരു വീട് താമസിക്കുക, ആ വാടകയ്ക്കുള്ള വീടിനകത്ത് സകല സാധനം, എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് ഈ ആവശ്യമില്ലാത്തതും ഉള്ളതും എല്ലാ സാധനം ഞാൻ വലിച്ചു വാരിക്ക് കൂട്ടി ഞാൻ അതിനകത്ത്. അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ ഞാൻ ഈ ഒരു അവധി സമയത്ത് ഞാൻ കടന്നുപോയി. കാരണം മറ്റുള്ളവർക്ക് ഈ കമ്പനി ഫ്രീ ആയിട്ട് കാണിക്കുന്ന ഒരു ദിവസമാണ്, അവരുടെ പൂജയുള്ള ദിവസമാണ്. ആ സമയത്തേക്ക് ഞങ്ങൾ വർക്കേഴ്സിന് ഫ്രീയാണ്, നിങ്ങൾക്ക് വരണ്ട, നിങ്ങൾക്ക് എവിടെ വേണേലും പോകാം, 2 ദിവസത്തേക്ക് അവധി. അപ്പം ഞാൻ താമസിച്ചിരിക്കുന്ന വീട്ടിൻ്റെ ഉടമയുടെ കൂടെ അവൻ്റെ വീട്ടിൽ കടന്നുപോയി, അവൻ്റെ വീട്ടിലേക്ക് കടന്നുപോയി. അവിടുന്ന് ഒരു 10-200 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പം ഞങ്ങൾ പുള്ളിയുടെ ബൈക്ക് അങ്ങോട്ട് കടന്നുപോയി. തിരിച്ചു വന്ന് ഞാൻ വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ വീടിൻ്റെ കഥ എല്ലാം തുറന്നു കിടക്കുന്നു. എൻ്റെ വീട്ടിൽ എല്ലാം തുറന്നു കിടക്കുന്നു. 3 റൂം ഉണ്ടായിരുന്നു, 3 റൂമും തുറന്നു കിടക്കുന്നു. താല പൊട്ടിച്ച രീതിയിൽ എന്ന് പറഞ്ഞാൽ ലോക്ക് പൊട്ടിച്ച രീതിയിൽ അവിടെ കിടക്കുന്നു. ഞാൻ അകത്ത് കിടന്ന് നോക്കിയപ്പോഴത്തേക്കും ഒന്നുമില്ല, റൂമിനകത്ത് ഒന്നുമില്ല. ഞാൻ അവിടെ തൂക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചൂല് പോലും ഇല്ല, ഒന്നുമില്ല, ഒരു സാധനമില്ല. സകല സാധനം എൻ്റെ കട്ടിലെ മറ്റുള്ള സകല സാധനങ്ങളും എനിക്കൊരു സ്കൂട്ടർ, ഞാൻ പുതിയൊരു സ്കൂട്ടർ വാങ്ങിച്ചായിരുന്നു, ആ സ്കൂട്ടറും ഇല്ല, എല്ലാം പോയി. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ കൂടെ വേറൊരു ഹിന്ദു സഹോദരൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കമ്പനി, ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി തന്നെ വർക്ക് ചെയ്യുന്ന പുള്ളി പലവട്ടം എൻ്റെ അടുത്ത് പറയാണ്ട്, അലക്സ നമുക്ക് 2 പേർക്കും വേറൊരു വീട് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് താമസിക്കാം, അങ്ങനെ ആകുമ്പോൾ നിനക്ക് ആഹാരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വൈഫ് ഉണ്ടാക്കി തരും, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അങ്ങ് പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ ചേട്ടാ അങ്ങനെ ആട്ടെ ചേട്ടൻ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, വീട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. ഇപ്പം ഞാൻ വിചാരിച്ചു ഈ സാധനമെല്ലാം ഈ പുള്ളിക്കാരൻ വീട് വേറെ നോക്കി കാണും. നോക്കിയപ്പോഴത്തേക്കും ഈ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കാണും. അപ്പം പുള്ളി വൈകുന്നേരം വരുന്നോടം വരെ ഞാനിങ്ങനെ കാത്തിരുന്ന് പുള്ളി വൈകിട്ട് വന്നപ്പോഴത്തേക്ക്, അലക്സ നീ എപ്പം വന്ന്? ഞാൻ ചേട്ടാ ഞാൻ ഉച്ചയായപ്പോഴത്തേക്കും വന്ന്. എന്തുകൊണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചത് കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ എൻ്റെ വീടിൻ്റെ സാധനമൊക്കെ എന്ത് ചെയ്യുന്നു ചോദിച്ചു, എൻ്റെ വീട്ടിലെ സാധനമൊക്കെ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ പുള്ളിക്കറിയത്തില്ല. പുള്ളി പറയുന്ന, ആർക്കറിയാം, നിൻ്റെ സാധനം നിൻ്റെ റൂമിൽ കാണും. ഞാൻ പുള്ളിയെ വിളിച്ചുകൊണ്ട് വന്ന് റൂമിൽ നോക്കിയപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് അമ്പരന്ന് നിൽക്കുക. അപ്പോൾ നിൻ്റെ സാധനമൊക്കെ എവിടെ? ഞാൻ പറഞ്ഞു, അതാ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നത്, എന്ത് ചെയ്യേ, നമ്മൾ വീട് മാറുമെന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പം ആ ഒരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് ഒരു വല്ലാത്തൊരു എന്താ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഒരു വല്ലാത്തൊരു വഴിത്തിരിവിലായിപ്പോയി. കാരണം ഇത് എൻ്റെ സാധനം, എൻ്റെ എനിക്ക് ഇഷ്ടമുള്ള സാധനമെല്ലാം അങ്ങ് കളഞ്ഞുപോയി. അത് ആരോ കട്ടുകൊണ്ട് പോയോ, മൊത്തത്തിൽ തൂത്ത് പിറക്കിക്കൊണ്ട് കട്ടുകൊണ്ട് പോയതാണ്. ഒന്നുമില്ലാത്ത സിറ്റുവേഷനിൽ ഞാൻ ആ വീട് വിട്ടങ്ങ് ഇറങ്ങി. കാരണം എനിക്ക് വീടും ഇല്ല, ഇനിയിപ്പോൾ ഞാൻ അവിടെ കിടക്കാനായിട്ട് എനിക്കൊരു കിടപ്പാടമില്ല. ഒരു പഴയ ഒരു കമ്പിളി മാത്രം ഞാൻ അവിടെ പുതച്ചുകൊണ്ടിരുന്ന ഒരു പഴയ കമ്പിളി മാത്രം അവിടെ കോർണറിൽ അവിടെ ഈ തൂത്ത് ഇട്ടതിൻ്റെ കൂടെ കിടപ്പുണ്ടായിരുന്നു. ആ കമ്പിളി ഞാൻ എടുത്ത് വെളിയിൽ ഒരു ചെറിയൊരു ചാക്ക് കഷ്ണം ഉണ്ടായിരുന്നു, ആ ചാക്കിനകത്ത് കമ്പിളിയാക്കി ഞാൻ അതെടുത്തുകൊണ്ട് അങ്ങ് പോവുക. അതെടുത്തുകൊണ്ട് ഞാൻ റോഡിൽ കൂടെ നടക്കുക.
അപ്പോൾ ഈ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അലക്സ വൈകിട്ട് വന്ന് ആഹാരം കഴിക്കാൻ വരണം. അത് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷേ ഞാൻ അങ്ങ് മാനസികമായിട്ടങ്ങ് തകർന്നു പോയി എന്ന് പറഞ്ഞാൽ, മാനസികമായിട്ട് വല്ലാത്ത ഒരു പൊട്ടന്മാരെ പോലെയായി. ഞാൻ ഈ കമ്പിളി എടുത്തുകൊണ്ട് നടക്കുക, എവിടെയാ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. അന്ന് എൻ്റെ വീട്ടിൽ ഫോണൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഫോണൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കമ്പനിക്കാർ, എൻ്റെ ക്ലബ്ബുകാർ എനിക്ക് ഫോൺ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫോൺ കടന്ന് വിളിയോടെ വിളി, പക്ഷെ ഫോണില്ല, ഒന്നുമില്ല, ഒരു സാധനമില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ അവർ വിളിയോടെ വിളി. അത് കഴിഞ്ഞിട്ട് 3-4 ദിവസമായിട്ട് ആളെ കാണുന്നില്ല. അവർ ആളെ വിട്ട്, അലക്സ് എന്തിയെ, കളിക്കാൻ പോകണം, അവിടെ പോകണം, ഇവിടെ എല്ലാം പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കാണുന്നില്ല. അപ്പോൾ പോയി എവിടെയെങ്കിലും ഇയാൾ പോയി ചത്തോ ഒന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ മാനസിക സന്തുലൻ എന്ത് പറഞ്ഞാൽ, മാനസികമായിട്ട് ഞാനൊരു വിഭ്രാന്തിയായിട്ട് ഞാനങ്ങ് നടക്കുക. ഈ ഒരു ചാക്കും എടുത്ത് തോളയിട്ടൂടെ ഞാൻ നടക്കുക, റോഡേ നടക്കുക, മാനസിക രോഗി പോലെ എന്നുള്ള രീതിയിൽ. ഇനി ആ പോകുന്ന വഴിക്ക് എൻ്റെ കയ്യിൽ മാത്രം 300 രൂപ മാത്രം എൻ്റെ പോക്കറ്റിനകത്തുണ്ട്. കാരണം എൻ്റെ കൂട്ടുകാരൻ്റെ അങ്ങോട്ട് പോയ സമയത്ത് ബാക്കി അല്ലാതെ ഒന്നുമില്ല. വേറൊരു എൻ്റെ പാസ്ബുക്കോ ഒന്നുമില്ല, എല്ലാം കൊണ്ടുപോയി, കള്ളം കൊണ്ടുപോയി, ഒന്നുമില്ല. അപ്പം ഞാൻ നടന്നിങ്ങനെ പോവുക. നടന്ന് ഏകദേശം അവിടുന്ന് ഒരു 10-18 കിലോമീറ്റർ ദൂരം നടന്ന് ഈ പോകുന്ന വഴിക്കെല്ലാം ഞാൻ എൻ്റെ മനസ്സിനകത്ത് ഞാനിനി ജീവിക്കുന്നില്ല, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് എന്തായാലും ഇനി ജീവിക്കണ്ട, ഇനി ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തിട്ട് പോകാൻ വയ്യ. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ പപ്പായുടെ അടുത്തോട്ട് പോകാൻ വയ്യ, എനിക്ക് വയ്യ. അങ്ങനെ ആയ സമയത്ത് ഞാൻ അവിടുന്ന് ഒരു 18 കിലോമീറ്റർ ദൂരെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. ആ റെയിൽവേ ട്രാക്ക് ഞാൻ പോയി. ഇനി ഞാൻ ഇച്ചിരി പൈസ ഉണ്ടല്ലോ കയ്യിൽ, പോകുന്ന വഴിക്ക് നടന്നാണ് ഞാൻ പോകുന്നത്. ഞാൻ ബസ്സുണ്ട്, എല്ലാം ഉണ്ട്, ടെമ്പോ ഒക്കെ പോകുന്നതാണ്. പക്ഷെ ഞാനൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ നടന്ന് ആ 18 കിലോമീറ്റർ ആ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ ചെന്ന് റെയിൽവേ സ്റ്റേഷന് മുമ്പേ ഒരു കള്ള് ഷാപ്പുണ്ട്. ആ കള്ള് ഷാപ്പിൽ കയറി നല്ല മൂക്കറ്റം കുടിച്ചിട്ട് ഞാൻ റെയിൽവേ കൂടെ കയറി കിടന്ന് റെയിൽവേ ട്രാക്കിനകത്ത്, എപ്പോഴും ഈ ട്രെയിൻ പോകാറുള്ള ഒരു ട്രാക്കിലോട്ട് ഞാൻ കയറി ഞാൻ കിടന്ന്, എന്നിട്ട് പുതച്ചു മൂടി. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തായാലും ഞാൻ വന്ന വഴി എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, പപ്പ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു സാധനം, ആഹാരം കിട്ടിയാൽ പ്രാർത്ഥിക്കണം, ആഹാരം കഴിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിക്കണം, വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും പ്രാർത്ഥിക്കണം, തിരിച്ചു വരുമ്പം പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന അതെൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. ഞാനൊന്നും ചെയ്തില്ലല്ലോ. പക്ഷെ ഇവിടെ ഞാൻ ഈ റെയിൽവേ ട്രാക്കിൽ കിടക്കുക. ഈ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നതിന് മുമ്പേ ഞാനൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇനി ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക, ഇനി എനിക്ക് ജീവിക്കണ്ട, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തിട്ട് പോകാൻ യോഗ്യനല്ല. മുടിയൻ പുത്രനെ പോലെ തന്നെ ഞാൻ ഈ കാര്യം തന്നെ പറഞ്ഞു, ഇനി എനിക്ക് ഞാൻ ചെന്നാൽ അവരെന്നെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, അതുകൊണ്ട് ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് വരുവാന്ന് പറഞ്ഞ് ഞാൻ അവിടെ കിടന്ന് നന്നായിട്ട് കുടിച്ചതിന് ശേഷം ഞാൻ അവിടെ കിടന്നു, പുതച്ച് മൂടിയാൻ കിടന്നു. ഏതെങ്കിലും ട്രെയിൻ വരും, ഏതെങ്കിലും ട്രെയിൻ കയറും, അന്നേരം കഷ്ണമാവും എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ കിടന്നു. ദൈവമക്കളെ, ആ സമയം എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവെന്ന് പറയാം. കാരണം ആ ദിവസം, ആ നൈറ്റിൽ ഞാൻ കിടന്ന ട്രാക്കിൽ ഒരു ട്രെയിൻ പോലും കടന്നു വന്നില്ല. ഞാൻ രാവിലെ എണീറ്റ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, ഞാനിപ്പം ദൈവസന്നിധിയിലെത്തി കാണും. ഒന്നുകിൽ സ്വർഗത്തിലെത്തി കാണും, അല്ലെങ്കിൽ നരകത്തിൽ. ഈ 2 സാധനം ഉണ്ടെന്നറിയാം. ഒന്നുകിൽ സ്വർഗത്തിലെത്തി കാണും, അല്ലെങ്കിൽ നരകത്തിലെത്തി കാണും. ഇങ്ങനെയായി ഞാനത് എണീറ്റ് നോക്കുമ്പോഴത്തേക്കും ഞാൻ ആ ട്രാക്കിൽ തന്നെ കിടന്നു. ഞാൻ വിചാരിച്ചടാ, ഈ ട്രെയിൻ ഒന്നും വന്നില്ല. പിന്നെ എൻ്റെ ആ കമ്പിളി എടുത്തോണ്ട് പിന്നെ ഞാൻ ആ ചാക്കിനകത്താക്കി എടുത്ത് നടന്ന് ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട്, പിന്നെയും ചായ കുടിയേക്കാളും കൂടുതൽ എനിക്ക് എണീറ്റ ഉടനെ ഞാൻ കള്ള് ഷാപ്പായിരുന്നു അന്വേഷിക്കുന്നത്. അങ്ങനെ ഞാൻ അന്വേഷിച്ച് ഒരു കള്ള് ഷാപ്പ് കിട്ടും. പയ്യെ എൻ്റെ പൈസ തീർന്നുകൊണ്ടിരിക്കുക. 300 രൂപ എന്നുള്ളത് 100 രൂപ, 150 രൂപ, 100 രൂപ, 75 രൂപ, ഇങ്ങനെ അന്ന് 10 രൂപയ്ക്കൊക്കെ ശരിക്കും നല്ലത് കിട്ടുമായിരുന്നു. ഈ ലോക്കൽ ഐറ്റംസ് കിട്ടുമായിരുന്നു. അത് കഴിക്കത്തുള്ളൂ. അത് കഴിച്ചിട്ട് സുഖമായിട്ട് എവിടെയെങ്കിലും കയറി കിടക്കുക. അങ്ങനെ ഞാൻ നടന്ന് വേറെ റോഡിൽ കൂടെ, ഹൈവേ കൂടെ നടന്ന് ഇനി എൻ്റെ കയ്യിൽ പൈസ തീരാറായി എന്നുള്ള രീതിയിൽ ഞാനൊരു കള്ള് ഷാപ്പിൽ കയറി. എനിക്കൊരു 60 രൂപയും കണ്ട് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് കൊടുത്ത് ഞാൻ നല്ല മദ്യം വാങ്ങി കഴിച്ചിട്ട് ഹൈവേ റോഡിൽ ഇതേ പരിപാടി തന്നെ ഞാൻ റെയിൽവേ ട്രാക്കിൽ കാണിച്ച പരിപാടി തന്നെ ഞാൻ ആ ഹൈവേയിൽ പുതച്ചു മൂടി രാത്രിയിൽ 12 മണിക്ക് ഞാൻ അവിടെ തന്നെ കിടന്നു. എനിക്കറിയാം ഇവിടെ ഇതിലെ പോകുന്ന ട്രക്കുകൾ ഇവർക്കൊന്നും ഒരു ബോധമില്ലാതെ അവർ ഓടിക്കുന്നത്. ഏതെങ്കിലും ട്രക്ക് വന്ന് കയറും, അല്ലെങ്കിൽ ബസ് വന്ന് കയറി, ഏതെങ്കിലും വണ്ടി വന്ന് കയറും, അന്നേരം തീരും.
ഞാൻ അന്ന് അവിടെ കിടന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ്, ഞാൻ മരിക്കുന്നതിന് മുമ്പേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് മരിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ അവിടെയും പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നു, കർത്താവേ ഇനി ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് കിടന്നു വരുക. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഞാൻ പിറ്റേന്ന് രാവിലെ എണീറ്റ് ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഞാനിപ്പം ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. നോക്കുമ്പോഴത്തേക്കും അവിടുന്ന് ഇവിടുന്ന് എല്ലാം ട്രക്ക് വരുന്നു. ഞാൻ കിടന്നതിൻ്റെ 4 സൈഡിലും ആരോ വലിയ വലിയ കല്ലെടുത്ത് വെച്ചേക്കുക. കാരണം ആരും കയറരുത്, ഈ വ്യക്തിയുടെ മേൽ, ഈ സാധനത്തിൻ്റെ മേൽ ആരാന്നൊന്നും അറിയത്തില്ല. മനുഷ്യനാണോ കിടക്കുന്നത്, വേറെ എന്തെങ്കിലും സാധനമാണോ കിടക്കുന്നത്, വേറെ വല്ല ചത്തി ചീഞ്ഞത് വല്ലതും ആണോ കിടക്കുന്നത്, ആർക്കും അറിയത്തില്ല. അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാർ കല്ലെടുത്ത് വെച്ച്. ഇപ്പം ഈ വരുന്ന വണ്ടികൾ, ലെഫ്റ്റിൽ നിന്ന് വരുന്ന വണ്ടി റൈറ്റ് തിരിഞ്ഞങ്ങ് പോവും, റൈറ്റിൽ നിന്ന് വരുന്ന വണ്ടി ലെഫ്റ്റ് തിരിഞ്ഞങ്ങ് പോവും. ഇപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വിചാരിച്ചു, ദൈവമേ എനിക്ക് മരണമില്ലയോ? മരണം ഓരോരുത്തരാണൊക്കെ മരണം ആഗ്രഹിച്ചില്ലേലും ഞാൻ മരണം ആഗ്രഹിച്ചിട്ട് എനിക്ക് മരണമില്ലയോ? ഇങ്ങനെ നിന്ന് ഞാൻ പിന്നെ ഞാൻ യാത്രയായി. പിന്നെ കള്ളവണ്ടി കയറാൻ പൈസ തീർന്ന സമയത്ത് കള്ളവണ്ടി കയറി, ബസ്സിൽ കയറി. ബസ്സിൽ ഫ്രണ്ടിൽ കൂടെ, ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ബസ്സിനകത്താണെങ്കിൽ രണ്ട് എൻട്രൻസ് ഉണ്ട്. ഫ്രണ്ടിൽ കൂടെ കയറിയിട്ട് ബാക്കിൽ കൂടെ ഇറങ്ങി വരും. ഇപ്പോൾ ബാക്കിൽ കൂടെ കയറിയ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആയി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ ഞാൻ കയറി ഇറങ്ങി. ഒരു സമയമായപ്പോൾ ഞാൻ പിടിക്കപ്പെട്ട് അവർ പറഞ്ഞു, നിന്നെ ഞാൻ ഇനി ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ ആക്കുക. ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, പോലീസ് സ്റ്റേഷനിൽ അവിടെ അവരുടെ തല്ലുകൊണ്ടായാലും തിന്നായാലും അവിടെ കിടക്കാമല്ലോ. പക്ഷേ എനിക്ക് വീട്ടിലോട്ട് പോകണ്ട, എനിക്കിനി ജീവിക്കണ്ട. അവർ തല്ലിക്കൊന്നാലും ശരി, എനിക്ക് ജീവിക്കണ്ട എന്നിങ്ങനെ ഇരുന്നിരുന്ന് ഞാൻ ചിത്തോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി. ചിത്തോഡ്ഗഡ് എന്ന രാജസ്ഥാനിൽ ചിത്തോഡ്ഗഡ് എന്ന് പറഞ്ഞ രാജാക്കന്മാരുടെ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് നടന്ന് ഇവിടം വരെ എത്താനായിട്ട് ഏകദേശം എനിക്ക് 200-250 കിലോമീറ്റർ എടുത്ത് ഞാൻ നടക്കുക. മൊത്തത്തിൽ ഞാൻ നടക്കുക. അല്പസമയം കണ്ട് ഞാൻ ബസ്സിനകത്ത് കയറി നിന്ന് അത് അവർ ഇറക്കി വിടുകയും ചെയ്തു. അപ്പോൾ ചിത്തോടെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ മാത്രം 10 രൂപ മാത്രം, അതിൽ കൂടുതൽ എൻ്റെ കയ്യിൽ പൈസ എല്ലാം തീർന്നു. ഇനിയിപ്പോൾ ഞാൻ എന്തോ ചെയ്യുന്നത്? ഇവിടെ ചിത്തോളിൽ ആരും എനിക്ക് പരിചയമില്ല, ഞാൻ ഇങ്ങോട്ട് പോകാനും പറ്റത്തില്ല. അന്ന് ആ കാലഘട്ടത്തിലൊക്കെ എനിക്ക് ശരിക്കും നല്ല മുടികളുണ്ടായിരുന്നു. ഞാനില്ലേ ഹിപ്പികളെ പോലെയായിരുന്നു, അങ്ങ് വലിയ മുടികളായിരുന്നു എനിക്ക്. ഞാൻ മുടി കെട്ടിവെക്കും. ഇപ്പോഴത്തെ ഓരോരോ യൂത്തുകൾ കാണിക്കത്തില്ലേ ഈ മുടി കെട്ടിവെക്കുന്ന ഒരു കെട്ടിവെപ്പ അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ എനിക്ക് നല്ല ഇഷ്ടംപോലെ മുടി ഉണ്ടായിരുന്നു. മീശയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ കൊമ്പ മീശയൊക്കെ ആയിട്ട് അങ്ങനെ ആൾക്കാർ കണ്ടാൽ മനസ്സിലാകത്തില്ല. അതുപോലൊരു സിറ്റുവേഷനാണ്. ഇങ്ങനെ ഇരുന്ന് ഞാൻ അവിടെ ബിൽവാട എന്ന ഒരു വണ്ടി വന്ന് നിന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തോ ചെയ്യുന്നത്, 10 രൂപ ഉണ്ട്, അവിടെ വരെ പോകാൻ 10 രൂപയാണ്. ആ 10 രൂപ കൊടുത്ത് ഞാൻ ആ വണ്ടിക്കകത്ത് കയറി ബിൽവാട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തി. അവിടെ എൻ്റെ പിതാവും എൻ്റെ മാതാവും എനിക്കൊരു സഹോദരൻ, ഇതിനിടയ്ക്ക് ദൈവം എനിക്കൊരു സഹോദരനെയും തന്നു. അപ്പം ഞാൻ ആ വണ്ടിയെ കയറി ബിൽവാട എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ആ സ്ഥലത്തെത്തി അന്ന് ആ സമയത്തേക്ക് എനിക്ക് 1993 സ്റ്റാർട്ടിങ്ങിലെ സമയമായിരുന്നു. ജനുവരി ഫെബ്രുവരി മാസ സമയമായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അന്ന് പഞ്ചാബിൽ നിന്നൊരു ഒരു ക്രൂരനായിട്ട് ക്രൂരെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, ഒരു SP ആയിരുന്നു അവിടുത്തെ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന പുള്ളി ഭയങ്കര റഷാണ്. കാരണം ആ സമയത്തേക്ക് അവിടെ ഇപ്പോൾ ഒത്തിരി കള്ളക്കടത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ബിൽവാടയിൽ. ഈ തുണി ഫാക്ടറി ഉള്ളതാണത്താൽ അവിടെ പല കള്ളക്കടത്തൊക്കെ ഉള്ള ഈ പുള്ളിയെ പഞ്ചാബിൽ നിന്ന് ബിൽവാടയിലേക്ക് ആ പുള്ളി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. ഈ പുള്ളിക്കാരൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ രാത്രിയിലെ പുള്ളി കൂടുതൽ ഇറങ്ങത്തുള്ളൂ. രാത്രിയിൽ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ചിലപ്പം പെൺവേഷം വെച്ചായിരിക്കും പുള്ളി ഇറങ്ങുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ പിച്ചക്കാരുടെ വേഷമണിഞ്ഞായിരിക്കും പുള്ളി ഇറങ്ങുന്നത്. ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഈ ആൾക്കാർ കൂടി നിൽക്കുന്നവിടെ ഈ ഏരിയയല്ല പുള്ളി കൂടുതൽ ഇങ്ങനെ നടക്കുന്നത്. ചിലപ്പം പുള്ളിയുടെ കയ്യിലും കാണും ഒരു സഞ്ചി, ഈ ഒരു പിച്ചക്കാർ പോകുന്ന പോലെ. ഇപ്പം ഇങ്ങനെ നടന്ന് ഞാൻ ഇങ്ങനെ നടന്നു പോവാ. എൻ്റെ വണ്ടി തപ്പിയാണ് ഞാൻ പോകുന്നത്. എൻ്റെ വണ്ടി, കാരണം ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് അറിവ് പറ്റിയത് ഏതെങ്കിലും വണ്ടി എവിടെയെങ്കിലും ആരെങ്കിലും കള്ളന്മാരെടുത്തു കഴിഞ്ഞാൽ ബിൽവാടയെ കൊണ്ടാണ് വിൽക്കുന്നത്. ബിൽവാട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊണ്ടത് വിൽക്കുന്നത്. അപ്പം ആ ബിൽവാട വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് ഏതായാലും ഇവിടം വരെ വന്നല്ലേ, എൻ്റെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും കാണും, ഏതെങ്കിലും വർക്ക്ഷോപ്പിൻ്റെ വെളിയിലെങ്ങാനും കാണും. ഇങ്ങനെ നടന്ന് ഞാൻ വണ്ടി തപ്പി അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ടിലൊരു പോലീസ് ജീപ്പ് വന്ന് നിർത്തി.
ഈ പോലീസ് ജീപ്പ് വന്ന് നിർത്തിയാൽ എൻ്റെ ഷേപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പാസ്റ്ററിൻ്റെ മോന്ന് പോട്ടെ, ഒരു മനുഷ്യ ജീവിയാന്ന് പോലും പറയത്തില്ല. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ. മുടി വളർത്തി, മീശയ്ക്കാണ് കട്ട മീശ, അങ്ങ് നീണ്ടങ്ങ് താഴെ വരെ, വല്ലാത്ത വികൃതം പിടിച്ച ഡ്രസ്സ് ഇതൊക്കെ ഇട്ടുകൊണ്ട് ഞാനിങ്ങനെ പോകുമ്പോൾ പോലീസുകാർ ആരായാലും, ഏത് പോലീസുകാരായാലും ഒന്ന് ബ്രേക്ക് ചവിട്ടും. അവരവിടെ നിർത്തി എവിടെ പോകുന്നു ചോദിച്ചു. നീ ആരാ, നീ എവിടെ പോകുന്നു? ഈ ഒരു ചോദ്യം കേട്ടപ്പോഴത്തേക്ക് എന്തെങ്കിലും പറയണ്ടേ. അപ്പം അന്ന് പപ്പയൊക്കെ ഉണ്ട് അവിടെ. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ എൻ്റെ പപ്പ താമസിക്കുന്നു. നിൻ്റെ പപ്പയോ? നിനക്ക് പപ്പയുണ്ടോ? നിന്റെ പപ്പ എവിടെയാന്ന് ചോദിച്ചു. നിന്റെ പപ്പ എന്തുവാ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ പപ്പ പാസ്റ്ററാ. ആ SP എന്നെ അടി മുതൽ മേളിലോട്ടൊന്ന് നോക്കി. ഒരു പാസ്റ്ററുടെ മോനാണ് ഇത്. കാരണം അവരുടെ ധാരണയിൽ പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഗുരുവാ. അവരങ്ങനെ കരുതുന്ന ഒരു ഗുരുവാ പാസ്റ്റർമാരെന്നൊക്കെ പറയുമ്പോഴത്തെ. ഇപ്പം എൻ്റെ ഷേപ്പൊക്കെ കണ്ടിട്ട് ഒരിക്കലും ഒരു പാസ്റ്റർ എന്നുള്ള രീതിയല്ല. എന്തായാലും അവരെൻ്റെ അടുത്ത് പറഞ്ഞു, വണ്ടിയെ കയറാൻ പറഞ്ഞു. ഞാൻ വണ്ടിയെ കയറി. നിനക്ക് വീട് അറിയാമോ? ആ, വീട് അറിയാം. അന്ന് ഞാൻ വീട്ടിൽ പോയിട്ടില്ല, പക്ഷെ വീട് നമ്പരൊക്കെ എനിക്കറിയാമായിരുന്നു. പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന വീട് നമ്പർ ഇതൊക്കെയാ, ഇന്ന സ്ഥലം. ഇവരെന്നെ ജീപ്പിനകത്ത് കൊണ്ടുവന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. ചവിട്ടി നിർത്തിയിട്ട് നോക്കിയപ്പോഴത്തേക്കും അവിടെ പാസ്റ്റ് സ്റ്റേജ് ഒന്ന് പപ്പയുടെ ബോർഡ് പപ്പ ഒന്ന് ബെല്ലടിച്ചപ്പോഴത്തേക്കും പപ്പ വെളി വന്നപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ആദ്യമേ എന്നെ കണ്ടിട്ട് പപ്പയ്ക്ക് തിരിച്ചറിഞ്ഞില്ല. പിന്നെ ഈ പോലീസുകാരൻ ഇറങ്ങി, SP സാബ് ഇറങ്ങി പപ്പയുടെ അടുത്ത് ചോദിക്കുക, ഇത് നിന്റെ മോനാണോന്ന് ചോദിച്ചു. ആദ്യമേ പപ്പ ശരിക്കും ഒന്ന് നോക്കിക്കഴിഞ്ഞ് പിന്നെ വേറെ 2-3 സഹോദരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മമ്മി ഇറങ്ങി വന്നു, അത് ഞങ്ങളുടെ മോനാന്ന് പറഞ്ഞു. ഇതാണോ നിങ്ങളുടെ മോൻ, ഇങ്ങനത്തെയാണോ നിങ്ങളുടെ മോനെന്ന് പറഞ്ഞ് പപ്പയെ ശരിക്കും നന്നായിട്ട് വഴക്കൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഓക്കെ. അപ്പോൾ പപ്പയെ ആ SP-ക്കൊക്കെ മനസ്സിലായി. അവർ പറഞ്ഞു, സാറേ നിങ്ങളുടെ മക്കൾ ഇങ്ങനെയാണോ? നിങ്ങളുടെ മോൻ നല്ല രീതിയിൽ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു നല്ലൊരു മാതൃകയായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ ഇങ്ങനെയാണ് ജീവിക്കണമെന്ന് പപ്പയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ പുള്ളി അവിടെ വിട്ടിട്ട് അങ്ങ് പോയി. ആ ഒരു സമയം എൻ്റെ പശ്ചാത്താപത്തിൻ്റെ ആദ്യത്തെ ദിവസം അതായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ, ഞാൻ ഇത്രയും നാൾ ഞാൻ കിടന്നതും ഞാൻ ജീവിച്ചതും അതെല്ലാം കഴിഞ്ഞ് എൻ്റെ സ്വന്തം ഭവനത്തിൽ എൻ്റെ പിതാവിനോടൊപ്പം ആയിരുന്നു. ഞാൻ മമ്മിയുടെ അടുത്തും പപ്പയുടെ അടുത്തും ഈ സകല കാര്യം എനിക്ക് സംഭവിച്ച അവരിതൊന്നും അറിയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. അന്ന് 2 ദിവസം 2 രാത്രി ഞാൻ അവരോട് കൂടെ ഈ സകല കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവരൊത്തിരി കണ്ണുനീരൊഴുക്കുവാനും ഒക്കെ ആയി. പിന്നെ അതിനുശേഷം പപ്പ പിറ്റേന്ന് കൊണ്ടുപോയി എൻ്റെ തലമുടി വെട്ടിച്ച് എന്നെ ഒരു മനുഷ്യനാക്കിയെടുത്ത്. അതിനുശേഷം പക്ഷേ എൻ്റെ സംസാരത്തിൽ വ്യത്യാസമൊന്നും വന്നില്ല. പയ്യെ, കാരണം ആ ഒരു ശൈലിയിലായിരുന്നു എൻ്റെ സംസാരം. കാരണം ചീത്തയിൽ നിന്ന് തുടങ്ങിയ ചീത്തയിൽ കൊണ്ട് അവസാനിക്കണം, അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു എൻ്റെ. ആ ഒരു സംസാരത്തിന് ഒരു ഷേപ്പായിരുന്നു എൻ്റെ. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ എനിക്ക് അല്പം സമയമെടുത്ത്. അതിനുശേഷം ഞാൻ അവിടെ ഒരു 3-ാമത്തെ പ്രാവശ്യം എനിക്കൊരു ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ ഒരു കമ്പനിയിൽ പപ്പ എന്നെ കമ്പനിയിൽ ജോലിക്ക് വിട്ട്, ഒരു തുണിയുടെ ഒരു കമ്പനിയിൽ എന്നെ ജോലിക്ക് വിട്ടതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇനി നീ ഇവിടെ ജോലി ചെയ്യുമോ? അതുമാത്രമല്ലാതെ നീ വെളിയിലെങ്ങും പോകരുത്, ജോലി കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് വരിക. അങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്തേക്ക് പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇനി ദൈവം സഹായിച്ച് നീ ഇനി ഇവിടുന്ന് ഓടിപ്പോകരുത്. ഇനി നീ എൻ്റെ മകനായിട്ട് തന്നെ ജീവിക്കണം, നിൻ്റെ മമ്മിയുടെ മകനായിട്ട് തന്നെ ജീവിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിൻ്റെ സഹോദരനായിട്ട് തന്നെ ജീവിക്കണം. അനീഷ് എന്നാണ് എൻ്റെ സഹോദരൻ്റെ പേര്. അനീഷിൻ്റെ സഹോദരനായിട്ട് തന്നെ ജീവിക്കണം, മറ്റുള്ളവർക്കൊരു പേര് ദോഷം കാണിക്കരുത് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ആയി. ഒരു 3-ാമത്തെ തവണ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തെ ഒരു കമ്പനി പോയി. തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് ഞാൻ സൈക്കിളിലായിരുന്നു പോകുന്നത്. സൈക്കിള് ഒരു ബസ്സുമായിട്ട് ചെന്ന് ഇടിച്ചു. ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കി പോയതാണ്. പക്ഷേ ഞാൻ നേരെ ചെന്ന് ഇടിച്ചത് ഒരു ബസ്സേലാണ്. ആ ബസ്സേ ചെന്ന് ഇടിച്ച് ഞാൻ ആ ഇടിപ്പ് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ വണ്ടിയുടെ കീഴെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ വണ്ടിയുടെ നടുക്ക്, പക്ഷെ സൈക്കിളിൻ്റെ പുറത്ത് വണ്ടിയുടെ വീലിരിക്കുക. ഇങ്ങനെ ആ ഇടി കൊണ്ടത് ഞാൻ ദൈവത്തോട് ഒരു വാക്ക് പറഞ്ഞു, കർത്താവേ ഇവിടുന്ന് എന്നെ വിടുവിച്ചാൽ ഞാൻ നിന്റെ ദൈവവേല ചെയ്തോളാം, ഇവിടെ നീ എന്നെ വിടുവിച്ചാൽ ഞാൻ സേവിച്ചോളാം, നിന്റെ വേല ഞാൻ ചെയ്തോളാം. അത്രമാത്രം ഞാൻ പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ അവിടുന്ന് ആ വണ്ടിയുടെ കീഴേന്ന് മറ്റുള്ളവരൊക്കെ ആൾക്കാർ അവിടുന്ന് ഇവിടുന്നെല്ലാം ഓടിക്കൂടി. ആൾക്കാർ വിചാരിച്ച് ഇതിനകത്തുണ്ടായിരുന്ന ഇത് ഓടിച്ചിട്ടിരുന്നവൻ ചത്തുപോയി കാണും, മരിച്ചുപോയി കാണും. അവരിങ്ങനെ വണ്ടിക്കാൻ തപ്പിക്കൊണ്ടിരിക്കുക. വണ്ടിയുടെ താഴെയെല്ലാം നോക്കിയപ്പോഴത്തെ അവിടെ ആളെ കാണുന്നില്ല.
അപ്പം ആ സമയം കൊണ്ട് ഞാൻ ആ വണ്ടിയുടെ കീഴിൽ നിന്ന് ഓടി ബസ് സ്റ്റാൻഡിൽ കൂടെ ഓടി ഞാൻ വീട്ടിൽ ചെന്ന് പപ്പയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെയാ പപ്പ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരാഴ്ചത്തേക്ക് നീ വെളിയിൽ ഇറങ്ങരുത്. പക്ഷെ ഞാൻ പപ്പയുടെ അടുത്ത് ഒരു വാസ്തവികം ഞാൻ പറഞ്ഞു, പപ്പ ഞാനൊരു തീരുമാനമെടുത്ത്, ഇനി ഞാൻ നാളെ മുതൽ ഞാൻ ജോലിക്ക് പോകുന്നില്ല, ഇനി ഞാൻ ദൈവവേല ചെയ്തോളാം, പപ്പയുടെ കൂടെ നിന്നോളാം. അവിടെ ഞാനൊരു തീരുമാനമെടുത്തതാണ്. 1993 ഇത് ഒരു ഓഗസ്റ്റ് മാസമായിരുന്നു. ഓഗസ്റ്റ് മാസം ഞങ്ങളുടെ കൂടെ ചർച്ചിൽ വന്നുകൊണ്ടിരുന്ന ഒരു ഇന്ത്യ എവരിഹോം ക്രൂസൽ പ്രവർത്തനത്തിലൊരു ബ്രദർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പുതിയതായിട്ട് അവിടെ വന്നത്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് പപ്പ പറഞ്ഞു, ബാബുക്കുട്ടി, ഇവിടെ നമുക്ക് ഇവനെ എങ്ങനെയില്ല ഒന്ന് ദൈവവേലയ്ക്ക് വേണ്ടിയെന്ന്. അന്നേരത്തേക്കും പുള്ളി എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇവനെ ദൈവവേലയ്ക്കോ വേണ്ട പാസ്റ്റർ, വേണ്ട, ഇതൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു, ഇത് ഇവനൊന്നുള്ള പണിയല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ അതിനുശേഷം ഏതായാലും ഞങ്ങളുടെ ബിൽവാടെ തന്നെ ഈ ബിൽവാടയിൽ ഒക്ടോബർ മാസം ഈ ബാബുക്കുട്ടിയുടെ അടുത്ത് ഞങ്ങളുടെ ഇവിടുത്തെ ജയ്പൂരിലെ ഇന്ത്യ എവരിഹോം ക്രൂസലിൻ്റെ ഡയറക്ടർ പുള്ളി പറഞ്ഞ്, ബിൽവാടയിലേക്ക് നമുക്കൊരു 3 പിള്ളേരെ വേണം, ഒരു 3 സെൻറ്റർ തുടങ്ങണം. 3 സെൻറ്റർ തുടങ്ങാത്ത ഈ 2 പിള്ളേർ വെച്ച് വേണം, അപ്പം നമുക്ക് ബിൽവാടെ തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പം ആ സമയം തന്നെ ഈ വിവരം കേട്ട ഉടനെ ഈ ബാബുക്കുട്ടി എന്ന് പറഞ്ഞ പുള്ളി പപ്പയുടെ അടുത്ത് കടന്നു വന്ന് പപ്പയുടെ അടുത്ത് പറഞ്ഞ്, എന്തിയാ പാസ്റ്ററെ, അവനെന്തോ തയ്യാറാണോന്ന് ചോദിച്ചു, അവനെ മിനിസ്ട്രിക്ക് വേണ്ടി എടുക്കട്ടെ എന്ന് ചോദിച്ചു. ആ ബ്രദറെ എടുക്കാമെന്ന് പറഞ്ഞ അങ്ങനെ തുടക്കത്തിൽ ഞാൻ അവിടെ ദൈവസന്നിധിയിലേക്ക് എന്നെ തന്നെ ഞാൻ അർപ്പിച്ചു. ഇപ്പം 1993 നവംബർ 1 തീയതി മുതൽ ഞാൻ ഇന്ത്യ എവരിഹോം ക്രൂസേഡിൻ്റെ പ്രവർത്തനത്തിൽ ആരംഭിച്ചു. അതിനുശേഷം ദൈവം എന്നെ അധികമായി പലയിടത്ത് എന്നെ യൂസ് ചെയ്ത് എൻ്റെ ജീവിതം പയ്യെ ഒറ്റയടിക്കത് മാറിയില്ല. ഞാൻ ചെറുതായിട്ട് സ്മോക്ക് ചെയ്യുന്നത് അത് പയ്യെ മാറ്റിയെടുത്ത് എന്നെ തന്നെ ഞാൻ മാറ്റിയെടുത്ത്. പലവട്ടം മമ്മി എൻ്റെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റിൻ്റെ പാക്കറ്റ് എടുത്തുകൊണ്ട് പറഞ്ഞു, വീട്ടിൽ വെച്ച് തന്നെ എൻ്റെ മാറ്റിക്കൊണ്ട് പോകും. അങ്ങനെ ഞാൻ അവിടെ മാറി, ആ ചർച്ചിൽ തന്നെ ഞാൻ മാറുവാൻ സാധിച്ചു. അങ്ങനെ എൻ്റെ ജീവിതം പല വിധമായിട്ടിങ്ങനെ മാറി. പിന്നെ അതിനുശേഷം എന്നെ ഞാൻ ബിൽവാടയുടെ ഒരു സ്ഥലത്ത്, ഒരു ഗ്രാമത്ത് എന്നെ അവിടെ മിഷണറി ആയിട്ട് 3 വർഷം ഞാൻ അവിടെ ഫീൽഡ് വർക്ക് ചെയ്ത്. ആ ഫീൽഡ് വർക്ക് ചെയ്ത സമയം തന്നെ എൻ്റെ ആദ്യത്തെ ദിവസം ഭയങ്കര ഉത്തേജനമായിരുന്നു. ആദ്യം എവിടെയെങ്കിലും പോയി ഒന്ന് മിനിസ്റ്റർ ചെയ്യണം, ട്രാക്റ്റ് കൊടുക്കണം, ബൈബിൾ കൊടുക്കണം, അതെന്നൊക്കെ. ആദ്യത്തെ ദിവസം ഞാൻ മിനിസ്ട്രിക്ക് ആരംഭിച്ചു. ഞങ്ങൾക്ക് സൈക്കിൾ തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ള സഹോദരൻ ബാസ്വാഡ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ളതാണ്. ആ പുള്ളിക്കാരനാണെങ്കിൽ ഹിന്ദി അറിയത്തില്ല, അവിടെ ലോക്കൽ ഭാഷ അറിയത്തില്ല. ഇവനെ എൻ്റെ കൂടെ ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ മിനിസ്ട്രിക്ക് വേണ്ടി പോയി. ഒരു ഗ്രാമത്തിൽ മൊത്തം പോയി കയറി ഇറങ്ങി തിരിച്ചു വന്ന് ആ ഒരു ചൊറാഹ എന്ന് പറഞ്ഞ ഒരു സർക്കിളിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്ക് കുറേ ഒരു 10-30 പിള്ളേർ ഇങ്ങനെ കാത്തു നിൽക്കുക. അപ്പോൾ ഈ കാത്തു നിൽക്കുന്നത് ഞാൻ വിചാരിച്ചു, ഞങ്ങൾ ഈ ട്രാക്റ്റ് എല്ലാം കൊടുത്തിട്ട് ഗ്രാമത്തിൻ്റെ എല്ലാം വെളി വന്നല്ലേ, വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ ആൾക്കാർ ഇപ്പം ഞാൻ എൻ്റെ കൂടെ ഉള്ള ഈയോടാ നമ്മുടെ കയ്യിൽ ട്രാക്റ്റ് എല്ലാം തീർന്നു പോയി, ഇനിയിപ്പോൾ ഇവർക്ക് കൊടുക്കാൻ ട്രാക്റ്റ് ഇല്ലല്ലോ, 4-5 എണ്ണം എൻ്റെ കയ്യിലുണ്ട്, നിൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? അവനും പറഞ്ഞ എൻ്റെ കയ്യിൽ 4-5 എണ്ണം. ഇപ്പോൾ എല്ലാം കൂടി ഞങ്ങൾ വിചാരിച്ച് ഈ ട്രാക്റ്റ് കൊടുത്തേക്കാം. ഞങ്ങൾ ആ സർക്കിളിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ സർക്കിളിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഇവന്മാരെല്ലാം ഞങ്ങളെ സർക്കിളിലാക്കി. ഇവരെല്ലാവരും കൂടെ കൂടി ചേർന്ന് ഞങ്ങളെ സർക്കിളിലാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കയ്യിൽ ഇത്രയേ ട്രാക്റ്റേ ഉള്ളൂ, ഞങ്ങൾ നാളെ വരാം, നാളെ വന്ന് നിങ്ങൾക്ക് ട്രാക്റ്റ് തരാം. അപ്പം അതിലൊരാൾ പറഞ്ഞു, നീ നാളെ കണ്ടാലല്ലേ നീ ആ ട്രാക്റ്റും കൊണ്ട് വരത്തുള്ളൂ എന്ന് ഇത് പറയുക എൻ്റെ തലക്കിട്ടൊരടി. അവിടെ അന്ന് എനിക്ക് ശരിക്കിട്ടും നല്ല RSSകാരുടെ കൂട്ടങ്ങളായിരുന്നു. അവർ ഈ ശാഖ കഴിഞ്ഞിട്ട് വരുന്ന സമയം 5 മണിയോടെ സമയം അവർ ശാഖ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ഇവരെല്ലാം എന്നെ നന്നായിട്ട് എടുത്ത് പെരുമാറി. എൻ്റെ സൈക്കിളെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട്, ഞങ്ങൾ 2 പേരുടെ സൈക്കിളുണ്ടായിരുന്നു, 2 സൈക്കിളും ഡാമേജ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുപോകാനിടെ തലയിൽ വെച്ചോണ്ട് എൻ്റെ കാലിലും എൻ്റെ തലയ്ക്കും എൻ്റെ പുറത്തിനിട്ടോ എല്ലാം മൂക്കിനിട്ടോ ഒക്കെ ശരിക്കും അടി കിട്ടി. ദൈവമക്കളെ, അവിടെ ദൈവം ഞങ്ങളെ കാത്തു പരിപാലിച്ച ആ ഫസ്റ്റ് അനുഭവമായിരുന്നു ദൈവസന്നിധിയിലേക്ക്. പപ്പ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞായിരുന്നു, മിനിസ്ട്രിക്ക് പോവുക, അവിടെ അടി കിട്ടിയേക്കാം, അവിടെ നല്ലത് കിട്ടിയേക്കാം, നല്ല വാക്കായിരിക്കത്തില്ല നിങ്ങൾക്ക് കിട്ടുന്നത്, പക്ഷെ അതെല്ലാം സഹിച്ച് നിൽക്കണം. ഞാൻ പറഞ്ഞു, ഓക്കെ പപ്പ, നോ പ്രോബ്ലം. കാരണം ഞാൻ 5 വർഷം ബ്ലാക്ക് ബെൽറ്റിൻ്റെ ഇതൊക്കെ ഞാൻ കരാട്ടയുടെ ബ്ലാക്ക് ബെൽറ്റിൻ്റെ വിരുദ്ധമൊക്കെ നേടിയതാണ്. പക്ഷേ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞ്,
നീ ആ പഠിച്ചത് അതൊക്കെ നിന്റെ കൈ വെച്ചാൽ മതി, പക്ഷെ മിനിസ്ട്രിക്ക് ഇറങ്ങുമ്പോൾ അതെടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു അടി കിട്ടിയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിനകത്ത് വന്ന, ദൈവമേ, എനിക്ക് ഇവരെ എല്ലാം പിടിച്ച് നിൽക്കാം, പക്ഷേ പപ്പ പറഞ്ഞ ആ ഒരു ഒറ്റ വാക്ക് മാത്രം എൻ്റെ കൈ പൊങ്ങിയിട്ടില്ല. അതിനുശേഷം ദൈവമക്കളെ, ഞാൻ ഇന്ന് വരെ അടി കൊള്ളുമല്ലാതെ അടിക്ക് തിരിച്ച് ഞാൻ ഇന്ന് വരെ ഞാൻ ആരെ അടിച്ചിട്ടില്ല. ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി പല സമയം ഞാൻ അടി കൊണ്ടിട്ടുണ്ട്. അതിനുശേഷം പല സമയം ഞാൻ ഈ പഠിച്ച വിദ്യ കൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറുകയും ചെയ്തിട്ടുണ്ട്. കാരണം തിരിച്ചടിക്കാൻ പോയില്ല. കാരണം നമുക്ക് അതൊരു സുരക്ഷയാണ്. ആ സുരക്ഷ മാത്രമേ ഞാൻ ചെയ്തതുള്ളൂ. അതിനുശേഷം ഇങ്ങനെ ജീവിതത്തിലോട്ട് മുന്നോട്ട് പോയി ജയ്പൂർ പട്ടണത്തിൽ കടന്നു വന്നതിന് ശേഷം 1996 ഞാൻ 1993 ഞാൻ ഇന്ത്യ എവരിയം ക്രൂസേഡിൻ്റെ പ്രവർത്തനത്തെ ആരംഭിച്ചു. 1996 ഞാൻ ജയ്പൂരിലേക്ക് ഞാൻ കടന്നു വരുവാൻ സാധിച്ചു. അങ്ങനെ എനിക്ക് ഓഫീസിലേക്ക് വിളിച്ചു. അതിനുശേഷം ഞാൻ പോയി ബൈബിൾ കോളേജിൽ പഠിച്ചു. ബൈബിൾ കോളേജിൽ പഠിച്ചതിന് ശേഷം 1999 എൻ്റെ വിവാഹത്തിന് ആലോചനയൊക്കെ വന്ന്, ഇപ്പം ഞാൻ എൻ്റെ മനസ്സിനകത്ത് വിചാരിച്ച്, ദൈവമേ, എനിക്കാരെങ്കിലും പെണ്ണ് തരുമോ? എനിക്കാരാ പെണ്ണ് തരുന്നത്? ഞാൻ എൻ്റെ കൂടെയുള്ളവരുടെ പറഞ്ഞ്, എനിക്ക് ആരും പെണ്ണ് തരത്തില്ല, എൻ്റെ കല്യാണമൊന്നും നടക്കത്തില്ല, എനിക്കൊന്ന് 26 വയസ്സ്, എനിക്കാരും പെണ്ണ് തരത്തില്ല. കാരണം എനിക്ക് കാണാൻ അത്രയും പോരാ, എനിക്ക് നല്ല കളറില്ല, സൗന്ദര്യമില്ല, ഒന്നുമില്ല, അധികം പഠിത്തമില്ല. ഞാൻ ജസ്റ്റ് BA മാത്രമേ പഠിച്ചു. മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ ഓരോരോ പഠനമൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും അല്ലെന്നുണ്ടെങ്കിൽ നല്ല കളറുണ്ട്, സൗന്ദര്യമുണ്ട്, പൈസയുണ്ട്, ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ച് എനിക്ക് ആരും പെണ്ണ് തരത്തില്ല. ഇങ്ങനെയായിരുന്ന സമയത്തേക്ക് എനിക്ക് ദൈവം എന്നെ സഹായിച്ച് നാട്ടിലേക്ക് കടന്നുപോയി. ദൈവം അവിടെ പുനലൂർ വിളക്കുടി എന്ന സ്ഥലത്ത് വെച്ച് എനിക്കൊരു സഹോദരിയെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി. അതിനുശേഷം എൻ്റെ വിവാഹം 1999 ഫെബ്രുവരി 15-ാം തീയതി വിവാഹം ഞങ്ങളുടെ കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരുടെ പേര് മേരിക്കുട്ടി എന്നായിരുന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് രാജസ്ഥാനിലേക്ക് കടന്നു വന്ന് ഇന്ത്യ എവരിയം ക്രൂസേഡിൻ്റെ പ്രവർത്തനത്തിലാണ്. ആ സമയം എനിക്ക് 600 റുപ്പീസ് എൻ്റെ സാലറിയേ ഉള്ളൂ. ഓൺലി 600 റുപ്പീസ്. ഞാൻ കല്യാണം കഴിക്കുന്ന സമയം 1999 കാര്യം. എനിക്ക് 600 റുപ്പീസ് സാലറി. ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്രയേ ഉള്ളൂ പൈസ, എനിക്ക് സാലറി ഇതേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ജീവിക്കാം. അത് സന്തോഷമാണോ? പുള്ളിക്കാരി ഒരു വാക്ക് പറയാതെ എല്ലാത്തിനകത്ത് മൗനമായി ഓക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് രാജസ്ഥാനിലേക്ക് കടന്നു വന്ന്, അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മൂത്ത മകളുണ്ടായി. അതിനുശേഷം രണ്ടാമത്തെ മകൾ 2004 ഇങ്ങനെ ഉണ്ടായി. ഇപ്പോൾ ഓരോ ദിവസം മുന്നോട്ട് കടന്നു പോകുമ്പോഴത്തേക്ക് എനിക്ക് ദൈവം ചെറിയ ടാലൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ ടാലൻറ്റുമായിട്ട് ഞാൻ ദൈവസന്നിധിയിലേക്ക് നിന്ന്, എനിക്ക് ദൈവം എൻ്റെ സ്പോർട്സിൻ്റെ ലൈൻ മാറിയിട്ട് എനിക്ക് മ്യൂസിക് ലൈനിലേക്ക്, പാട്ടിലും മ്യൂസിക് വായിക്കാനും ഒന്നും അറിയത്തില്ല. ദൈവം എന്നെ പഠിപ്പിച്ചതല്ലാതെ എനിക്ക് കീബോർഡ് വായിക്കാൻ അറിയില്ല, എനിക്ക് ഗിറ്റാർ വായിക്കാൻ അറിയില്ല, എനിക്ക് ഡ്രം വായിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ഈ കീബോർഡ്, ഗിറ്റാർ, ഡ്രം, ഈ സാധനം എല്ലാം വായിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ദൈവം എന്നെ അത് പഠിപ്പിച്ചു. ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഞാൻ ഗുരുവിൻ്റെ അടുത്ത് പോയി ഞാൻ പഠിച്ചില്ല, ഒരു മ്യൂസീഷ്യൻ്റെ അടുത്ത് പോയി ഞാൻ പഠിച്ചില്ല. എന്നെ ദൈവം എന്നെ ഇത്രയും മാനിച്ച് എന്നെ നന്നായിട്ട് വായിക്കുവാനായിട്ടുള്ള കൃപ തന്നു. ഇതുവരെയായിട്ട് ഞാൻ നല്ലൊരു മ്യൂസിഷ്യനല്ല, പക്ഷേ എങ്കിലും ദൈവം തന്നിരിക്കുന്ന ആ ടാലൻറ്റ് ഞാൻ ദൈവത്തിന് വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കും. ഇന്ന് വരെ ഞാനത് ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഞങ്ങളിങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നപ്പം 2000 ഈ കൊറോണ സമയത്ത് 2021 സമയത്തേക്ക് എൻ്റെ മക്കളെല്ലാം പഠനം ഇങ്ങനെ സീനിയർ ക്ലാസ്സിലും ഹയർ ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മൂത്ത മകൾ ബൈബിൾ കോളേജിൽ പഠിക്കുവാനായിട്ട് കടന്നുപോയി. NTC ന്യൂ തിയോളജിക്കൽ ബൈബിൾ കോളേജ് ദേറാദൂണിലേക്ക് കടന്നുപോയി. ഈ സമയം കൊറോണ വന്ന ഈ സമയം ഞങ്ങൾ വീട്ടിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊറോണ ബാധിച്ചു. എൻ്റെ മൂത്ത മോളും അവിടുന്ന് കടന്ന് ഇവിടെ വന്ന്, ഇപ്പം ഞങ്ങൾ 4 പേർക്കും കൊറോണ ബാധിച്ച് അങ്ങ് സിവിയറായി. ഇപ്പം എൻ്റെ വൈഫിന് ചെറിയ അസ്മയുടെ അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. ഈ എലർജി മൂത്ത് ഒത്തിരി ഇതായി കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ആസ്മയായിട്ട് മാറും. അങ്ങനെ ഒരു ഇതായിട്ട് പുള്ളിക്കാരിക്ക് ആസ്മയുടെ അസുഖമൊക്കെ ഉണ്ടായിരുന്നു. ഈ കൊറോണ സമയത്തേക്ക് ഞങ്ങളുടെ അടുത്തുള്ള പല വിശ്വാസികൾ
ഇങ്ങനെ മരണം വഴിയായിട്ട് കടന്നുപോയി. അപ്പോൾ അവർ ഞങ്ങൾ തൊട്ടടുത്ത് താമസിക്കുന്ന കാരണം നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാ കാര്യത്തിലും അവരോടത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ടും ആഹാരം ഉണ്ടാക്കി കൊടുക്കാനായിട്ടും വരവ് എല്ലാ കാര്യത്തിലും ഞങ്ങളങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തേക്ക് എൻ്റെ വൈഫിനും ഇതുപോലെ തന്നെ കൊറോണ ബാധിച്ച്, എനിക്കും ബാധിച്ച്, എൻ്റെ മക്കൾക്ക് 2 പേർക്കും ബാധിച്ച്. ഞങ്ങളിങ്ങനെ 4 പേരും വീട്ടിലിങ്ങനെ കിടക്കുക. ഈ സമയം ആണ് ഇപ്പം ഞങ്ങളുടെ ജസ്റ്റ് ഫ്രണ്ട്, ഞാൻ താമസിക്കുന്നതിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിൽ നമ്മുടെ ഒരു വിശ്വാസി, ഞാൻ പോകുന്ന ചർച്ചിലെ പാസ്റ്ററിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, പുള്ളി കൊറോണയായിട്ടും അല്ലാതെ വേറെ അസ്വസ്ഥയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ഒറ്റയടിക്ക് ഞങ്ങൾക്ക് ഒരു ദിവസം ഞങ്ങൾ ഒരു അറിവ് കിട്ടി, പുള്ളി മരിച്ചുപോയി. അപ്പം ഈ മരണം കേട്ടപ്പോഴത്തേക്കും അവരുടെ വീടെല്ലാം അങ്ങ് ശാന്തമായി. അപ്പോൾ അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് ചായ ഉണ്ടാക്കണം, എല്ലാ കാര്യം ഞങ്ങൾ തന്നെ ചെയ്യണം. അങ്ങനെയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൾ ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് 3ാം ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് കയറി ഇറങ്ങാനായിട്ട് ലിഫ്റ്റില്ല, നടന്ന് സ്റ്റെയറിൽ കൂടെ തന്നെ കയറി ഇറങ്ങുകയൊക്കെ വേണം. അങ്ങനെയായിരുന്ന സമയത്തേക്ക് ഞങ്ങൾ പുള്ളിക്കാരി എൻ്റെ പ്രിയപ്പെട്ടവളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു, അവർ കൊണ്ടുപോയി കൊടുക്കുന്നു, പിന്നെ തിരിച്ച് ഇതേ സ്റ്റെയറിൽ കൂടെ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 20 to 25 സമയം അങ്ങോട്ട് താഴോട്ടും മേളിലോട്ടും ഇറങ്ങി. മരണത്തിൻ്റെ ആ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും 3ാമത്തെ ദിവസവും ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ച് പുള്ളിക്കാരി വയ്യെങ്കിലും ഇത് കാര്യങ്ങളെല്ലാം ചെയ്യും. സാരമില്ല എന്ന് പറഞ്ഞ് ചെയ്യും. ഇതിപ്പം കഴിഞ്ഞ 2021 ഏപ്രിലിൽ ഞങ്ങൾക്ക് ചെറുതായിട്ട് അസ്വസ്ഥത ആരംഭിച്ച് മെയ്യിൽ ആയപ്പോഴത്തേക്കും കൂടി. മെയ് 4, 5 എന്ന് പറഞ്ഞ 7-ാം തീയതി ഞങ്ങളിന്ന് ഹോസ്പിറ്റലിൽ കിടക്കുക. ഹോസ്പിറ്റലായിരുന്ന സമയത്തേക്ക് ഞങ്ങൾ അതിനു മുമ്പേ ഈ വീട്ടിലായിരുന്ന സമയത്തേക്ക് ഞങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എല്ലാം ഒത്തിരി ക്ലോസ് ആയി. ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന, പക്ഷെ ജോലിയിൽ പൈസയില്ല, ഉള്ള ബാലൻസ് എല്ലാം തീർന്നു, മറ്റുള്ളവരുടെ കയ്യിലൊന്നുമില്ല. ഇപ്പോൾ ഈ കൊറോണ കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്കാൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ പൈസയില്ല. എൻ്റെ ഒരു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ക്രിസ്ത്യൻ സഹോദരി, മാർത്തോമ ഒരു സഹോദരിയാണ്. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വിളിച്ചു, ഇത് എങ്ങനെയുണ്ട് മേഡത്തിന്, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മേഡം ഒട്ടും വയ്യാതിരിക്കുക, എന്നാൽ നിങ്ങൾ പോയിന്ന് കാണിക്ക്, നിങ്ങൾ പോയിന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ഉള്ള കാര്യം ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞു, മേഡം എൻ്റെ കയ്യിൽ ഒറ്റ പൈസയില്ല, എൻ്റെ കയ്യിൽ 300 രൂപയുണ്ട്, ജസ്റ്റ് ഐ ഹാവ് ഓൺലി 300 rupees. അവിടെ സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2000 രൂപ, മരുന്ന് തരുവാണെന്നുണ്ടെങ്കിൽ അതും ഒരു 2000 രൂപയെങ്കിലും, അത് അറ്റ്ലീസ്റ്റ് ഒരു 5000 രൂപ ഇല്ലാതെ നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞ്, സാർ ഒന്നുകൊണ്ട് വിഷമിക്കട്ടെ, ഞാൻ പൈസ ഇട്ട് തരാം. ഞാൻ പറഞ്ഞു, വേണ്ട മേഡം വേണ്ട. അങ്ങനെ കാരണം ആ പുള്ളിക്കാരിയുടെ വീട്ടിൽ പുള്ളിക്കാരൻ്റെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് സീവിയറായിട്ട് കിടക്കുക, കൊറോണയായിട്ട് കിടക്കുക, എങ്കിലും പുള്ളിക്കാരി എന്നെ ഹെൽപ്പ് ചെയ്യുക. പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞ്, സാർ ഒരു കാര്യം ചെയ്യും, ഞാൻ പൈസ ഇട്ട് തരാം, ഞാൻ 2000 രൂപ ഇട്ട് തരാം, അത് സാരമില്ല, മേഡത്തിനെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. ഞാൻ അന്നേരം എൻ്റെ ഗൂഗിൾ പേ നമ്പർ പുള്ളിക്കാരിക്ക് കൊടുത്തു. പുള്ളിക്കാരി 2000 രൂപ ഇടാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് പറഞ്ഞ്, ഒരു കാര്യം ചെയ്യും, 2000 രൂപ അല്ല, നീ 5000 രൂപ ഇടാൻ പറഞ്ഞു. 5000. അങ്ങനെ പുള്ളിക്കാരൻ്റെ നിർബന്ധത്തിൽ 5000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് അന്നേരം തന്നെ ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 5-ാം തീയതി, മെയ് 5-ാം തീയതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞങ്ങളവിടെ കാണിച്ചപ്പോഴത്തേക്ക് ക്ലിനിക്കിലെ ആൾ, അവിടെ ഒരു മലയാളി എന്നെ നോക്കിയിട്ട് പറഞ്ഞ്, നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കത് മനസ്സിലായി, ഇത്രയും ദിവസം എവിടെയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു സഹോദരൻ പറഞ്ഞ്, ഹിന്ദിക്കാരൻ, പുള്ളി പറഞ്ഞ്, ഭയ്യ ഭാബിക്ക് ഒത്തിരി ഒത്തിരി ക്രിട്ടിക്കലാണ് കണ്ടീഷൻ. ഞാൻ പറഞ്ഞു, ക്രിട്ടിക്കൽ കണ്ടീഷൻ അത് ശരിയാകത്തില്ല, ഇത് നോക്കി അത് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഈ മലയാളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, നിങ്ങളുടെ വൈഫ്, പുള്ളി എത്രയോ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല, വെരി സീരിയസ് കണ്ടീഷൻ. പുള്ളി എന്നെ ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഇത് കാണിച്ചിട്ട് പറഞ്ഞ്, ഇതിനകത്ത് എങ്ങും ഒരു ബ്ലാക്ക് ഡോട്ട് കാണുന്നില്ല, മൊത്തം വൈറ്റായിപ്പോയി. നിങ്ങളുടെ വൈഫിൻ്റെ ലങ്സ് മൊത്തം പോയി, ലിവർ ഇല്ല, ലങ്സ് പഴുത്തുപോയി. അത് നമ്മൾ മാങ്ങ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നോ അതുപോലെ പിഴിഞ്ഞെടുക്കാം, ഇതിനകത്തൊന്നുമില്ല. എന്താ പറയുന്ന ഒരു 1% പോലും എക്സ്ക്യൂസ് ഇല്ല, ഒരു 1% പോലും ഹോപ്പില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ എന്തുവാ ചെയ്യുന്നത്, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു.
ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ എൻ്റെ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ചേച്ചി അവർ മെഡിക്കൽ കോളേജിലാണ്, അവരുടെ അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു, ചേച്ചി ഇങ്ങനെയാ റിപ്പോർട്ട് വന്നത്, ഇത് സിവിയറാ, ഒരു കാര്യം ചെയ്യ് വയ്യ, ഒരു കാര്യം ചെയ്യ്, സിനിയം കൊണ്ട് SMS കൊണ്ടുവരാൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റൽ നേരിട്ട്, ഞങ്ങൾ വീട്ടിൽ പോകാതെ നേരിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ റിപ്പോർട്ട് കണ്ടപ്പോൾ അവർ പേടിച്ചു പോയി. ഇത് അവർ വേറെ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞ് ഇതൊരു ഹോപ്പ്ലെസ് ആണെന്ന് പറഞ്ഞു. ഇനി ഇതിനകത്ത് ഹോപ്പേ ഇല്ല, ഇതിനകത്ത് ഒരു ബ്ലാക്ക് ഡോട്ട് വരെ വരണമെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം എടുക്കും. അതുപോലെ ലിവർ പോയി, ലങ്സ് പോയി, ഇനി ഇത് ബാധിക്കുന്നത് കിഡ്നിയല്ല. ഇതിൻ്റെ നേരിന് അടുത്ത ബാധ ഇനി കിഡ്നിയല്ല. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല. മരുന്ന് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കാരണം ഇതിനകത്ത് സൈഡ് എഫക്റ്റ് ഉണ്ട്. ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സൈഡ് എഫക്റ്റായി കിഡ്നി പോക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവരൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഈ നോ എസ് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് മക്കളെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, ആ ഇഞ്ചക്ഷൻ രാവിലെയും വൈകിട്ടും കൊടുക്കണം. നല്ല വിലയുള്ള ഇഞ്ചക്ഷൻ, അത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടി. പക്ഷേ ഇഞ്ചക്ഷൻ എടുക്കണം, ആരെങ്കിലും വിളിച്ച് ഇഞ്ചക്ഷൻ കുത്തിക്കണം, രാവിലെയും വൈകിട്ടും ഇഞ്ചക്ഷൻ കുത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനെയും കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ പുള്ളിക്കാരിക്ക് ഒട്ടും വയ്യാതെ ഒരു വിധത്തിൽ ഞങ്ങൾ സ്റ്റെയർ കയറി വീടിൻ്റെ വെളി കിടന്ന് വീട്ടിനകത്ത് കയറി പുള്ളിക്കാരി സോഫയിലോട്ട് ഒരൊറ്റ കിടപ്പ് കിടന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അല്പം നേരം കിടന്നോട്ടെ. പിന്നെ ഞാൻ കിടന്ന് വിളിക്കുമോ ആൾക്കാരെ, വൈകിട്ട് ഇഞ്ചക്ഷൻ കുത്തണ്ടേ, ഇഞ്ചക്ഷൻ കുത്താൻ വേണ്ടി ആൾക്കാരെ അറിയാവുന്ന ഞാൻ പോകുന്ന ചർച്ചിൽ ഏകദേശം 10, 70, 50, 60, 70 നേഴ്സുമാരുണ്ട്. പക്ഷേ ഒരൊറ്റ കുഞ്ഞ് വന്ന് ഇഞ്ചക്ഷൻ കുത്താൻ തയ്യാറല്ല. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് 4 or 5 നേഴ്സുമാരുണ്ട്. അവരെല്ലാം ഞാൻ ഫോൺ ചെയ്ത് വിളിച്ച് ഒരു ഇഞ്ചക്ഷൻ ഒരു ചേച്ചി ഒരു ഇഞ്ചക്ഷൻ കുത്താൻ പാ ഒരൊറ്റ കുഞ്ഞ് ഇഞ്ചക്ഷൻ കുത്താൻ വന്നില്ല. ഞാൻ വല്ലാതെ അങ്ങ് പ്രയാസപ്പെട്ട് പിന്നെ പലരെയും ഞാനത് കോണ്ടാക്ട് ചെയ്ത് എൻ്റെ വൈഫിൻ്റെ ഒരു റിക്കവർമെൻറ്റിന് വേണ്ടി ഞാൻ അങ്ങ് ഒത്തിരി പ്രയാസപ്പെട്ട് ഈ സമയത്തേക്ക് ഞാൻ പോകുന്ന ചർച്ചിലെ പാസ്റ്ററിൻ്റെ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, അങ്കിൾ ആ വിഷമിക്കേണ്ട, ഞാൻ ആരെങ്കിലും പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. പുള്ളി ഒരു ലേഡിയെ, ഒരു നേഴ്സിനെ പറഞ്ഞു വിട്ടു. വൈകിട്ട് രാത്രിയിൽ 11 മണിയായപ്പോഴത്തേക്ക്, ഇത് 5-ാം തീയതി രാത്രിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് പോയി ഇഞ്ചക്ഷൻ കുത്താൻ പറഞ്ഞു. ഒരു ഇഞ്ചക്ഷൻ കുത്താൻ വേണ്ടി 5,000 rupees, ഓൺലി 5. ഒരു ഇഞ്ചക്ഷൻ കുത്താൻ വേണ്ടി മാത്രം 5,000. അപ്പം അങ്ങനെ 3 പ്രാവശ്യം കുത്തി. 3-ാമത്തെ പ്രാവശ്യം കുത്തിയതിന് ശേഷം 2-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 6-ന് വേണ്ടി 6-ന് വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ വൈഫിന് ഒത്തിരി അങ്ങ് കൂടി. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അടുത്ത് വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, ഭയങ്കര ചാർജുള്ള. പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ പലയിടത്തും ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് എനിക്കൊരു ഇച്ചിരി അല്പം പൈസ അതിനോടൊപ്പം ഞാൻ എൻ്റെ PF വരെ ഞാൻ ചെയ്ത്, ഞാൻ PF എടുക്കാൻ വേണ്ടി അതെല്ലാം എടുത്ത്, പക്ഷേ ഒരു ഹോപ്പുമില്ല. പലയിടത്തും ഞാൻ ചോദിച്ച്, നമ്മൾ അറിയാവുന്നവരടുത്ത് സകലയിടത്തും ചോദിച്ചിട്ട് ഒറ്റ പൈസ. കാരണം അതുപോലൊരു കണ്ടീഷനാണ്. കാരണം ഒറ്റ ആൾക്കാരുടെ കയ്യിലും ഫിനാൻഷ്യലായിട്ട് എല്ലാവരും അങ്ങ് ബ്ലാങ്ക് ആയി പോയിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കെൻ്റെ ഭാര്യ നഷ്ടപ്പെടുവോ. പല സമയം എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് പറയാമായിരുന്നു, ഞാൻ മരിച്ചു പോകും. ഞാൻ അവളെ വഴക്ക് പറയാമായിരുന്നു, അങ്ങനെ പറയരുത്. എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം പറഞ്ഞു. 3 പ്രാവശ്യം പറഞ്ഞുള്ളൂ, 4-ാമത്തെ പ്രാവശ്യം പറയേണ്ട ആവശ്യം വന്നില്ല. 3 പ്രാവശ്യം പറഞ്ഞ് ഞാൻ മരിച്ചു പോകും. ഒരു പ്രാവശ്യം വീട്ടിൽ വെച്ച് പറഞ്ഞ്, ഒരു പ്രാവശ്യം വേറൊരു ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞ്, 3-ാമത്തെ ദിവസം മറ്റൊരു ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞ്, ഇങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞ്. ഇപ്പോൾ വീട്ടിൽ വെച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ 10,000 രൂപ കെട്ടി വെച്ചിട്ട് പിന്നെ അവിടെ കാണിച്ച് വിത്തിൻ ഹാഫ് ആൻ അവർ ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു. റെഫർ ചെയ്ത്, ഞങ്ങളുടെ കേസല്ല ഇത്, ഇവിടെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമാകും, നിങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം ഞാനിത് എവിടെ കൊണ്ടുപോകാനായിട്ട് എനിക്കും അതുപോലെ തന്നെ കൊറോണയായിട്ട് എനിക്ക് 15 point സംതിങ് ആയിട്ട് എനിക്ക് കൂടുതലായിട്ടിരിക്കും. എനിക്ക് അനങ്ങാൻ വയ്യ. എന്നിട്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ട് പുള്ളിക്കാരിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെളിയിൽ ചെന്നിട്ട് ഞാൻ ആ ചേച്ചി തന്നെ ചേച്ചിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ചേച്ചി ഇങ്ങനത്തെ സിറ്റുവേഷനാണ്, എൻ്റെ സിനി മരിച്ചു പോകത്തേയുള്ളൂ, എന്ന് ഹെൽപ്പ് ചെയ്യണം, എന്തെങ്കിലും ഒന്ന് ചെയ്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു, ഭയ്യ അവിടെ ഒരു ബെഡ് പോലും ഇല്ല, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു ബെഡ് പോലും ഇല്ല, അതൊരു കാര്യം ചെയ്യണം, ഇനി അവിടെ ബെഡ് കിട്ടുന്നത് നമ്മൾ ആദ്യമേ ബുക്ക് ചെയ്യണം, ആരെങ്കിലും ഒരാൾ മരിക്കണം എങ്കിലേ ആ ബെഡ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി എന്തേലും ചെയ്യാൻ പറഞ്ഞു. പുള്ളിക്കാരി അങ്ങനെ
ഹോസ്പിറ്റലിൽ പോയി. രാത്രിയിൽ പുള്ളിക്കാരുടെ ഡ്യൂട്ടി ഉള്ള സമയമല്ല, അല്ലാത്ത സമയത്ത് ഹോസ്പിറ്റലിൽ പോയി അവിടെ ഡോക്ടറുമായിട്ട് സംസാരിച്ച് അവിടുത്തെ ഡീനുമായിട്ട് സംസാരിച്ച് ഡീനിൻ്റെ അടുത്ത് പറഞ്ഞ്, ഡോക്ടർ സാബ് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ആ ബെഡ് ഞങ്ങൾക്കാണ്, എൻ്റെ ബ്രദറിൻ്റെ വൈഫ്, എൻ്റെ സിസ്റ്ററാണ്, അതിന് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരാൾ മരിച്ചു. ആ ഹോസ്പിറ്റലിൽ തന്നെ മരിച്ചപ്പോൾ അന്നേരം തന്നെ ആ ബെഡ് ഞങ്ങളുടെ പേരിലോട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ചേച്ചി വിളിച്ച് പറഞ്ഞ്, ഭയ്യ എളുപ്പം സിനിമ കൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ അന്നേരം പിന്നെ ഓക്സിജനൊക്കെ കൊടുത്തോണ്ട് പിന്നെ എൻ്റെ വണ്ടിയെ കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ അവിടുന്ന് ആംബുലൻസെ വിളിച്ച്, ആംബുലൻസ് അവിടുന്ന് 3 കിലോമീറ്റർ, വെറും 3 കിലോമീറ്റർ, അവിടുന്ന് 500 രൂപ പോലും ഇല്ല. ആ ഒരു ആംബുലൻസ് വിളിച്ച് 3 കിലോമീറ്റർ എത്തിക്കുന്നതിന് 5000 രൂപ. അന്നൊക്കെ ഭയങ്കര തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഭയങ്കര പൈസ. എന്തേലും 5000 കുറഞ്ഞുള്ള പരിപാടിയില്ല. ഒരു സിലിണ്ടർ വേണോ, 150 രൂപയുടെ സിലിണ്ടർ 10,000 രൂപയ്ക്ക് വിൽക്കുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങ് വെന്റിലേറ്റർ ഒന്നും ഇല്ല, സ്ഥലം വെന്റിലേറ്റർ 4 പേരും 3 പേരും ഒക്കെ ഉള്ള വെന്റിലേറ്ററിൽ 15ഉം 17ഉം. കാരണം ഭയങ്കര റഷുള്ള സമയമായിരുന്നു. ആ ഒരു സമയം ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ട് അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ചെയ്ത് 7-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഒത്തിരി സീവറായി. 7-ാം തീയതി രാത്രിയിൽ എന്ന് പറഞ്ഞാൽ 8-ാം തീയതി രാവിലെ 12 മണിയായി, 12:10 ആയപ്പോഴത്തേക്കും എൻ്റെ പ്രിയപ്പെട്ടവൾ കർത്തൃസന്നിധിയിലേക്ക് യാത്രയായി. അപ്പം അതുകൂടെ എൻ്റെ മനസ്സിനായത്തായപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്തിന് ഞാൻ എന്തോ പറയും, ഇനി എനിക്ക് വീട്ടിൽ പോകണ്ട, ഞാൻ കുഞ്ഞുങ്ങളുടെ അടുത്ത് എന്തോ പറയും. എൻ്റെ കൊച്ചുകൾ മമ്മിയെ ബൈ പറഞ്ഞു, മമ്മി ജൽദിയാണ്, എളുപ്പമെന്ന് വരണം, സന്തോഷമായിട്ട് വേണം, സുഖമായി വരണമെന്ന് പറഞ്ഞ് വിട്ട പിള്ളേരുടെ അടുത്ത് ഇനി ഞാൻ എങ്ങനെ പോവും? ഇനി അവരുടെ അടുത്ത് ഞാൻ ഇന്ന് എന്തോ ചെന്ന് പറയും? എന്തോ ആയാലും ദൈവം എനിക്കൊരു ബലം തന്ന്. ഞാൻ അവിടെ അന്നേരം തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ബോഡിയിൽ ഞാൻ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവിലേക്ക് ഞാൻ സമർപ്പിച്ച്. ഞാൻ പറഞ്ഞു, ദൈവം നിൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം പൂർത്തീകരിച്ചതിനായി നന്ദി. ഞാൻ പിന്നെ എനിക്ക് വിളിച്ചു പറയേണ്ടിടത്തെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു കാലഘട്ടം, അങ്ങനെ ഒരു എന്ന് പറഞ്ഞ ഒരു രീതിയിൽ കഴിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം എനിക്കും വന്ന്. അതിനുശേഷം ഞാനിങ്ങനെ ബുദ്ധിമുട്ടി ഇങ്ങനെ ജീവിച്ചുകൊണ്ട്, എനിക്കിത് പപ്പയുടെ കാര്യം പറഞ്ഞ പോലെ എനിക്കും ആഹാരം ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേര് എൻ്റെ കൂടെയുണ്ട്, പെൺമക്കളാണ് എനിക്ക് 2 പേരും ഉള്ളത്. കുഞ്ഞുങ്ങൾക്കായാലും അധികം ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. അത്യാവശ്യത്തിന് ചോറുണ്ടാക്കും, പരിപ്പ് കറി എന്തെങ്കിലും ഉണ്ട്, അതല്ലാതെ ഒന്നും അറിയത്തില്ല. എനിക്ക് അതുപോലെ ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്തൊരു സിറ്റുവേഷൻ ഞങ്ങൾ 3 പേരുമായി. മരണം കഴിഞ്ഞ അന്ന് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അല്ലാതെ 4-ാമത് ദൈവം അല്ലാതെ വേറൊരൊറ്റ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഈ ഒരു ഇന്ന് മരണം നടന്നൊരു വീട്ടാ, വേറെ ആരുമല്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ടവളാ പോയത്. ആരും ഞങ്ങളുടെ കൂടെ, ഞങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ല, പാസ്റ്ററോ ആരുമില്ല. ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. ഒരൊറ്റ കുഞ്ഞില്ല. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്ലാറ്റ്സാണ്, ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരൊറ്റ കുഞ്ഞ് ഞങ്ങളെ ഒന്ന് ശുശ്രൂഷിക്കാനോ ഞങ്ങളൊന്ന് കാര്യം ചോദിക്കാനോ വന്നില്ല. ചർച്ചിലെ കുറേ ആൾക്കാർ ആദ്യം ആ സമയം വന്ന് ഞങ്ങൾ മോർച്ചറി കൊണ്ടുവച്ച്, അതിനുശേഷം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിറ്റേന്ന് അടക്കവാ, 8-ാം തീയതി രാവിലെ അടക്കവാ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇങ്ങനെ കടന്നുപോയി. പിന്നെ ദൈവം എന്നെ അവിടെ പല കാര്യങ്ങളും പഠിപ്പിച്ച്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ബുദ്ധിമുട്ട്, അവരുടെ സ്വന്തം കാര്യങ്ങൾ, അവർക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ആരുടെ അടുത്ത് പറയാം. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ മമ്മിയുടെ അടുത്ത് ഓടിച്ചെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് ഈ 8-ാം തീയതി എന്ന് പറയുമ്പോഴത്തേക്കും മദേഴ്സ് ഡേയുടെ അന്നാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ മദർ ദൈവസന്നിധിയിലേക്ക് ആയത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഒരു പ്രയാസമായിരുന്നു. അവർ പറഞ്ഞു, ഇന്നും മദേഴ്സ് ഡേ ആ പപ്പാ, മമ്മി ദൈവത്തിൻ്റെ കരത്തിലാണ്. അങ്ങനെയൊക്കെ ഇതൊക്കെ പറഞ്ഞ് ഇരുന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഏതായാലും മോനെ, മമ്മി ഏതായാലും ദൈവസന്നിധിയിൽ സുരക്ഷിതമാ. നമ്മളെപ്പോലെ ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യമില്ല. ഈ ലോകത്തിലെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും മമ്മി ദൈവസന്നിധിയിൽ, മമ്മിക്ക് അവിടെ പ്രയാസമില്ല, മമ്മിക്ക് അവിടെ ഒരു കുഴപ്പമില്ല, നമ്മളെപ്പോലെ ഇവിടെ കഷ്ടത അനുഭവിക്കേണ്ട ഒരാവശ്യമില്ല. ഞങ്ങൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആശ്വസിക്കും, അല്ലാതെ നമുക്ക് ഒരു കാര്യമില്ല, ആരും നമ്മളെ ആശ്വസിപ്പാനില്ല. ഇങ്ങനെ ഇരുന്ന് ഒരു 1.5 വർഷം കൂടെ കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയി. എൻ്റെ പിള്ളേർ പഠനത്തിൽ ഇങ്ങനെ മുന്നോട്ടായിരുന്ന സമയത്തേക്കും പലരും എൻ്റെ അടുത്ത് അതിനുശേഷം പറഞ്ഞ്, ബ്രദറെ, ഇങ്ങനെ ആയാൽ പറ്റുമോ? വലിയ പ്രായമൊന്നും ഇല്ലല്ലോ, കുഞ്ഞുങ്ങളെയൊക്കെ നോക്കണ്ടേ, നാളെ പെൺപിള്ളേരല്ലേ, ഇവർ അങ്ങ് പോകും, ഇവരെയൊക്കെ അങ്ങ് വിവാഹം കഴിച്ചു വിടും, പിന്നെ ബ്രദർ ഒറ്റയായി പോകത്തില്ലേ? എന്തായാലും ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞ്, എൻ്റെ പ്രിയ
ദൈവദാസന്മാരെ എനിക്കത് പറ്റത്തില്ല, അതിന് പറ്റത്തില്ല. ആ പേരെൻ്റെ മനസ്സിനകത്തങ്ങ് ആ ആൾ എൻ്റെ ഉള്ളിനകത്താണ്, എനിക്കത് ഒരു വിധത്തിലും പറ്റത്തില്ല. ഇങ്ങനെ ഇടുന്ന സമയത്ത് ഞങ്ങളൊരു ചേഞ്ചിങ്ങിന് വേണ്ടി ഇങ്ങനെയാണ് ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിച്ചത്. ഞാൻ വിചാരിച്ചു 1.5 മാസമായില്ലേ, അവധിയൊക്കെ ആയി, കുഞ്ഞുങ്ങൾക്കും അവധിയായി, എനിക്കും സ്കൂളിൽ അവധിയായി. ഞങ്ങൾ വിചാരിച്ചെന്നാൽ കേരളത്തിലൊന്ന് കടന്നുപോയി അവിടെ ഈ പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഈ കടലൊന്നും കണ്ടിട്ടില്ല, ഈ കടലൊക്കെ കാണണം, കടലൊന്ന് കേൾക്കുമ്പോഴേ പിള്ളേർക്ക് അങ്ങ് ഭയങ്കര ആർത്തിയാണ്, കടൽ കാണാൻ പോകണം, കടൽ കാണാൻ പോകണം. അപ്പം അങ്ങനെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ നാട്ടിലോട്ട് പോയി നാട്ടുകാരെ എല്ലാവരും ഒന്ന് കാണണം. കാരണം നാട്ടിൽ നിന്നും ഈ മരണം കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ നിന്നും ആരും വന്നില്ല, ആരും ഞങ്ങളെ ഒന്ന് ചർച്ചുകാരല്ലാതെ വേറൊറ്റ കുഞ്ഞ് ഞങ്ങളൊരു സപ്പോർട്ടിനായാലും ഇല്ല. ഇവിടെ എൻ്റെ മാതാപിതാക്കളുണ്ടെങ്കിലും അവർക്ക് അന്ന് ആ സമയത്തൊന്നും വരാൻ പറ്റില്ല, അവർ 1 മാസത്തിന് ശേഷമാണ് വന്നത്. ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഞാനങ്ങ് വല്ലാതെ അങ്ങ് ഭാരപ്പെട്ടു. നാട്ടിൽ ചെന്ന് ഞങ്ങൾ അവിടെ കുറേയൊക്കെ ബീച്ചിലൊക്കെ കിടന്ന് പിള്ളേരെ കൊണ്ടുപോയി ഇച്ചിരി ഒരു ചേഞ്ചിങ്ങിന് വേണ്ടി, മാനസികമായിട്ടുള്ള ഞങ്ങൾ ഒരു വിഭ്രാന്തിയായിരിക്കുന്ന അതൊക്കെ ഒന്ന് മാറ്റത്തിന് വേണ്ടി, ഒരു ചേഞ്ചിങ്ങിന് വേണ്ടി നാട്ടിൽ പോയപ്പോഴത്തേക്ക് നാട്ടിലെ പല ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞ്, മോനെ ഇനി നീ എൻ്റെ ചേട്ടൻ, എൻ്റെ ജ്യേഷ്ഠന്മാരും എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും പറഞ്ഞ് ഇനി എവിടെയെങ്കിലും നോക്കാൻ പറഞ്ഞ്. ഇങ്ങനെ ഇടുന്ന സമയത്തേക്കാണ് ഒരു ദിവസം എൻ്റെ ഒരു അങ്കിള് എന്നെ വിളിച്ചു പറഞ്ഞ്, മോനെ നമുക്കൊരു സഹോദരിയുണ്ട്. അതിന് കൂടാതെ ഞാൻ പലയിടത്തും എന്നെ ഇതും സഹോദരിമാരെ കാണാൻ വേണ്ടിയൊക്കെ പോയി. ഞാൻ പറഞ്ഞു, ഈ പ്രായത്തിന് ഇനി പെണ്ണ് കാണാനുള്ള ചടങ്ങ് എനിക്ക് ഇഷ്ടമല്ല, വേണ്ട, ഇനിയിപ്പോൾ കല്യാണം ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ, ഞാൻ എങ്ങനെയും ഞങ്ങൾ കഴിഞ്ഞു പോയിക്കൊള്ളാം, പക്ഷേ വേണ്ട, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ്. ഈ 50-ാം വയസ്സിൽ ഇനി പെണ്ണ് കാണാൻ വേണ്ടി പോവുക, അത് വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ എല്ലാവരും പറഞ്ഞു അത് പറ്റത്തില്ല, നീ ഒറ്റയായിപ്പോവും, കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളാണ്, ഇതുങ്ങൾ കല്യാണം കഴിഞ്ഞ് അതുങ്ങൾ പോകത്തേ ഉള്ളൂ, പിന്നെ നീ ഒറ്റയായിപ്പോവും, നിന്നെ ഒന്ന് ശുശ്രൂഷിക്കാൻ ആരെങ്കിലും വേണം, നിനക്ക് എന്തെങ്കിലും സംസാരിക്കാൻ അല്ലെങ്കിൽ നിൻ്റെ ഫീലിംഗ് ഷെയർ ചെയ്യാനായിട്ട് ആരെങ്കിലും വേണം. എന്തായാലും ഇവരെ എല്ലാം പറഞ്ഞെങ്കിൽ എൻ്റെ മാനസികമായിട്ട് എനിക്കതൊരു ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സല്ലായിരുന്നു. ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അപ്പാപ്പനൊരു കാര്യം പറഞ്ഞു, മോനെ ഒരു സഹോദരി ഉണ്ട്, അവരുടെ പേര് മേരിക്കുട്ടി എന്നാണ്. ഈ മേരിക്കുട്ടി എന്ന് പേര് കേട്ടപ്പോഴേ എനിക്ക് എൻ്റെ ഉള്ളിലൊരു ആദി കയറി. ഈ മേരിക്കുട്ടി എന്ന്, ദൈവമേ, എൻ്റെ പോയ മേരിക്കുട്ടി എനിക്ക് തിരിച്ച് മേരിക്കുട്ടിയാണോ വരുന്നത്? ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണണമല്ലോ, ഒന്ന് കാണണോ. അങ്ങനെ ഞാൻ നാട്ടിൽ പോയപ്പോഴത്തേക്കും എൻ്റെ പ്രിയപ്പെട്ട ഇപ്പോഴത്തെ സഹോദരിയുടെ ഒരു സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞ്, അച്ചാച്ചാ ഒരു കൊച്ചുണ്ട്, വാ ഇങ്ങോട്ടൊന്ന് എളുപ്പമൊന്ന് വരാൻ പറഞ്ഞു, നിങ്ങൾ വീട്ടിലോട്ടൊന്ന് വരാൻ പറഞ്ഞു. അപ്പച്ചന് വയ്യാത്ത കാരണത്താൽ ഒന്ന് വാ, അപ്പച്ചനൊന്ന് കണ്ടിട്ട് പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ അപ്പച്ചനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലോട്ടൊന്ന് പോയി. ഈ പോയ വഴിക്ക് ആ കൊച്ചൻ്റെ അടുത്ത് പറഞ്ഞ്, അച്ചാച്ചാ അവളും വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, ഏതവൾ വരുന്നുണ്ട്? ഇപ്പം മേരിക്കുട്ടിയെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഏത് മേരിക്കുട്ടി? ഇപ്പം എനിക്കങ്ങ് വല്ലാതെ ഒരു വല്ലാത്ത ഫീലിംഗ് ആയിപ്പോയി. കാരണം ഈ മേരിക്കുട്ടി എന്ന് പേര് കേട്ട എൻ്റെ മനസ്സിനകത്ത് അങ്ങ് നിറഞ്ഞു നിൽക്കുന്ന പേര്, അങ്ങ് തറഞ്ഞു നിൽക്കുന്ന പേര്, അതെനിക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പം ഏതായാലും ഞാനന്ന് പോയി അവിടെ ചെന്ന് അപ്പച്ചനെയും കണ്ട്, അതിനുശേഷം പ്രിയപ്പെട്ടവളെ ഞാൻ ഈ മേരിക്കുട്ടിയെ കാണുവാൻ സാധിച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ച്. അപ്പം അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, മേരിക്കുട്ടി തന്നെയാണോ എനിക്ക്? കാരണം എൻ്റെ ജീവിതത്തിൽ നിന്നും മേരിക്കുട്ടി മാറത്തില്ല. ഈ മേരിക്കുട്ടി അതുപോലെ തന്നെ ദൈവം എനിക്ക് അതുപോലെ ഒരു തക്ക തുണ എൻ്റെ ഈ പ്രായത്തിലും ദൈവം എനിക്ക് തന്ന് ദൈവത്തിന് വേണ്ടി ഞാൻ നന്ദി കരയറ്റുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരുടെ പേരും മേരിക്കുട്ടി എന്ന് തന്നെയാണ്. അതിനുശേഷം ഒരു 6-7 മാസത്തിന് ശേഷം ഞങ്ങൾ വിവാഹിതരായി, 2 പേരുടെ. എൻ്റെ പ്രിയപ്പെട്ടവർ അതുപോലെ തന്നെ ഒരു ടെസ്റ്റ് മണിയുള്ള സഹോദരിയാണ്. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും കുറച്ച് നാളിന് മുമ്പേ മരിച്ചുപോയി. അത് ദൈവവേലയിലൊക്കെ ആയിരുന്നു. അപ്പം അതിനുശേഷം അപ്പം ഞാനും വിചാരിച്ചു, ദൈവമേ, ഇത് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി യോജിപ്പിക്കുന്ന നിൻ്റെ ഇഷ്ടമായിരിക്കും, അല്ലാതെ വേറൊന്നുമല്ല. ഇത്രോ നാളും ആ പ്രിയ സഹോദരി വിവാഹം കഴിക്കാതിരുന്ന് അത് എനിക്ക് വേണ്ടിയായിരുന്നോ? എനിക്ക് ഞാനത് ചിന്തിക്കാറുണ്ട്. ഇപ്പോഴായാലും ഞാനത് പലവട്ടം ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം ആ പുള്ളിക്കാരിക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും വിവാഹം കഴിക്കാമായിരുന്നു, പക്ഷെ ഒന്നും കഴിക്കാതിരുന്നു. കാരണം എൻ്റെ ഈ സമയം വന്നതിന് ശേഷം ഞങ്ങളെ ഒരുമിച്ചാക്കാൻ ഏകദേശം 7 വർഷം, ഈ 7 വർഷത്തിന് ശേഷം ഞങ്ങളെ തിരിച്ചൊരുമിച്ചാക്കണം എന്നുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ്, എന്തോ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആ ദൈവ പദ്ധതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങളെ ഒരുമിച്ചാക്കിയത്.
എൻ്റെ പ്രിയപ്പെട്ടവർക്കും 2 കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾ 6 പേരും 2 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ സന്തുഷ്ടരാണ്. നല്ല ജീവിതം, കുടുംബജീവിതം നയിക്കുന്ന ദൈവമക്കളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം ഇത്രത്തോളം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം എനിക്ക് തന്ന നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇപ്പം ഞാൻ നേരത്തെ പാസ്റ്റർ അല്ലായിരുന്നു, ഞാനൊരു വർഷിപ്പ് ലീഡർ, ജസ്റ്റ് ഒരു വർഷിപ്പ് ലീഡർ മാത്രമായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പേ ദൈവം എന്നെ വേർതിരിച്ച് ഒരു ഹയർ ലെവലിലേക്ക്, ഒരു പാസ്റ്റർഷിപ്പിലേക്ക് ദൈവം എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ആ ദൈവത്തിന് ഞാൻ നന്ദി കരേറ്റുന്നു. ഇപ്പം ഫിലേദൽഫിയ ഫെലോഷിപ്പ് ജാലാവാഡ് രാജസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇവിടെ ഒരു ചർച്ചിൻ്റെ സേവനം അനുഷ്ഠിക്കുന്നു. എനിക്ക് ചെറിയൊരു കൂട്ടായ്മയുണ്ട്. ദൈവമക്കൾ എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഞാനൊരു വലിയ മ്യൂസിഷ്യനൊന്നുമല്ല. ദൈവം തന്നിരിക്കുന്ന ചെറിയ ടാലൻറ്റ് ഉപയോഗിച്ച് ഞാനൊരു പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന നല്ല ഈ സൗഹൃദത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം ദൈവം തന്നിരിക്കുന്ന നല്ല ടാലൻറ്റ്, ആ ടാലൻറ്റിന് വേണ്ടിയായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ചെറിയ പാട്ടിൻ്റെ 2 അടി പാടി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ പൂജബലത്താ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആനന്ദസ്വരത്താ നയിച്ചതിനാ. ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ലേ. ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ലേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ദൈവം തന്നിരിക്കുന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ, നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന നല്ല കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസന് നന്ദി കരേറ്റുന്നു. ദൈവം തന്നിരിക്കുന്ന നല്ല താലന്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം. നല്ല സ്വർഗീയ പിതാവേ, നല്ല സമയത്തായി നിന്നെ സ്തുതിക്കുന്നു. ഈ തന്നിരിക്കുന്ന നല്ല സമയത്തെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഇതുവരെ നീ കാത്തു പരിപാലിച്ചല്ലോ. ടെസ്റ്റ് മണി പറയുവാൻ കർത്താവേ നീ അടിയനെ നീ ബലപ്പെടുത്തിയനാ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ഈ അരോമ കർത്താവെ ചാനലിൽ കടന്നു വരുവാനും നിന്നെ സ്തുതിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും കർത്താവെ അടിയനെ തന്നിരിക്കുന്ന ആ നല്ല സമയത്ത് ഓർത്ത് സ്തുതിക്കുന്നു. ഇതുവരെ നീ കാത്തു പരിപാലിച്ചല്ലോ, ഇതുവരെ നീ കരുതിയല്ലോ കർത്താവെ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അടിയങ്ങളെ കാത്തു പരിപാലിച്ച നിന്റെ നല്ല ദയക്കായി സ്തുതിക്കുന്നു കർത്താവെ. കർത്താവെ നിന്റെ ദാസനായി പ്രാർത്ഥിക്കുന്നു, ബലപ്പെടുത്തിയാട്ടെ കർത്താവെ. അടിയങ്ങൾക്ക് തന്ന ഈ നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ. ഒരു പ്രാവശ്യം കൂടെ കർത്താവെ തിരുസന്നിധിയിലായിരിക്കാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല സമയത്ത് ഓർത്ത് സ്തുതിക്കുന്നു. ഇതുവരെ കരുതിയ കർത്താവിന് നന്ദി കരയിട്ടുന്നു. പ്രാർത്ഥന കിട്ടിക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ.
നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com